السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر إلى الذين أوتوا نصيبا من الكتاب يؤمنون بالجبت والطاغوت ويقولون للذين كفروا هؤلاء أهدى من الذين آمنوا سبيلا. أولئك الذين لعنهم الله ومن يلعن الله فلن تجد له نصيرا. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് അവൻ സ്വീകരിക്കുന്ന സ്വാലിഹായ ഒരു സദസ്സായി കബൂൽ ചെയ്യുമാറാകട്ടെ. മഹത്തായ ഈ പരിപാടിയിൽ നാം ഓരോരുത്തരും ഒത്തൊരുമിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നല്ലവരായ അടിമകൾക്കായി ഒരുക്കിയിട്ടുള്ള അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകസമൂഹം നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണാനും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മുന്നിലേക്ക് ആ പ്രശ്നത്തെ കൊണ്ടുവരുവാനും വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുവരുന്ന ജനകീയ സംഗമങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട മഹത്തായ ഒരു പരിപാടിയിലാണ് നാം ഉള്ളത്. ഈ ക്യാമ്പയിന്റെ പ്രചരണം തുടങ്ങിയതു മുതൽ ഇന്നോളം സമൂഹത്തിലെ നാനാ തുറകളിൽ പ്രവർത്തിക്കുന്ന സർവയാളുകളും സർവ പിന്തുണയും മഹത്തായി ഈ പരിപാടിക്ക് നൽകിപ്പോരുന്നുണ്ട്. വിശ്വാസത്തിന്റെ മറവിൽ മനുഷ്യത്വത്തെയും മനുഷ്യന്റെ മാനത്തെയും സമ്പത്തിനെയും സ്വസ്ഥമായ ജീവിതത്തെയും ഹനിക്കുന്ന മന്ത്രവാദികൾക്കെതിരെ, മന്ത്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ
കേരള ജനത ഒന്നടങ്കം അണിനിരക്കുകയാണ്. സംഘടനാ വ്യത്യാസങ്ങളില്ലാതെ, രാഷ്ട്രീയമായ ഉൾപ്പിരിവുകളും ഇടച്ചിലുകളുമില്ലാതെ മാനവികതയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്ന മുഴുവൻ ആളുകളും ഒരേ സ്വരത്തിലും ഒരേ രൂപത്തിലും മന്ത്രവാദികൾക്കെതിരെ, മന്ത്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ രംഗത്ത് വരികയാണ്. നൂറ്റാണ്ടുകളായി മുജാഹിദ് പ്രസ്ഥാനം വളരെ ശക്തമായി സമൂഹത്തോട് ആവശ്യപ്പെട്ട പലതും രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും പ്രവർത്തിക്കുന്ന ആളുകൾ ഏറ്റെടുക്കുകയും അത് സമൂഹത്തിൽ നടപ്പിൽ വരുത്തണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, സാക്ഷര കേരളത്തിൽ ഇത്തരമൊരു നിലപാടിലേക്ക് ഉത്തരവാദിത്തപ്പെട്ടവർ കടന്നു വന്നത് ഒന്നിലധികം ജീവനുകൾ അപഹരിക്കപ്പെട്ടതിനു ശേഷമാണ്. എനിക്ക് മുമ്പുള്ള പ്രഭാഷണങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കരുനാഗപ്പള്ളിയിലെ ഒരു മന്ത്രവാദിയുടെ നിഷ്ഠൂരമായ പീഡനങ്ങൾക്ക് വിധേയമായ ഹസീന എന്ന 27-കാരിയായ പെൺകുട്ടി. ക്രൂരമായിരുന്നു ആ മന്ത്രവാദിയുടെ നിലപാടുകൾ. വളരെയധികം അക്രമിച്ചും അടിച്ചും ഇടിച്ചും ചവിട്ടിയും തൊഴിച്ചും ആന്തരികാവയവങ്ങൾ കലക്കി ആ പാവപ്പെട്ട സഹോദരിയെ ജിന്നിറക്കി രക്ഷപ്പെടുത്താമെന്ന പേരിൽ മന്ത്രവാദി കൊന്നുകളഞ്ഞു. ആ മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഏതാണ്ട് 1.5 ലിറ്ററോളം രക്തം ആ കുട്ടിയുടെ വയറ്റിൽ തളം കെട്ടിക്കിടന്നിരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. മൂക്കിനു താഴെ കുപ്പി പിടിച്ച് ജിന്നിപ്പോൾ കുപ്പിയിലേക്ക് ഇറങ്ങി വരുമെന്ന് കൂടെയുള്ളവരെ വിശ്വസിപ്പിച്ചുകൊണ്ട് സ്വന്തം പിതാവിന്റെ സാന്നിധ്യത്തിൽ സിറാജുദ്ദീൻ മുസ്ലിയാർ എന്ന വ്യക്തി ആ സഹോദരിയെ പാതിരാത്രി 12 മണിക്ക് ശേഷം ചവിട്ടിക്കൊല്ലുമ്പോൾ ലോകം മുഴുവൻ ഉറങ്ങുകയായിരുന്നു. ആ സഹോദരി വാവിട്ട് നിലവിളിച്ചു. ആ നിലവിളി കേൾക്കാൻ പിന്നെയും ഒരുപാട് സമയം കഴിയേണ്ടി വന്നു എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ആ ഞെട്ടൽ വിട്ടുമാറുന്നതിന് മുമ്പ് നമുക്കറിയാം, വൈജ്ഞാനിക വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം ഔന്നത്യം നേടി വളരെയധികം ഉയർച്ചയുടെ പടവുകളിലേക്ക് ചവിട്ടി വരുന്ന മലപ്പുറം ജില്ലയിൽ നമ്മുടെ ഈ എടപ്പാളിനടുത്താണ് മറ്റൊരു സഹോദരി ഫർസാന എന്ന ഒരു സഹോദരി, അതും 6 മാസം ഗർഭിണിയായ ഒരു സഹോദരിയെ മന്ത്രവാദി കൊന്നത്. 2 ജീവനാണ് എടുത്തത്. ഞാൻ പലപ്പോഴും ഫർസാനയെക്കുറിച്ച് ഓർക്കുമ്പോൾ, അവരെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. ജൂത നരനായാട്ട്, ഇസ്രയേലിന്റെ നരനായാട്ട് ഫലസ്തീനിന്റെ മണ്ണിൽ നടക്കുമ്പോ ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അനവധി മനുഷ്യക്കബന്ധങ്ങൾ കൊണ്ട് കൊന്നുകൂടിയ ആ ഫലസ്തീന്റെ മണ്ണിൽ നിന്ന് ഒരു സഹോദരി ലോകശ്രദ്ധയെ ആകർഷിച്ചു. എന്തുകൊണ്ട്? ശക്തമായ ഇസ്രയേലിന്റെ ബോംബാക്രമണം നടക്കുന്നതിനിടയിൽ ആ സഹോദരി ലോകത്തോട് യാത്ര പറഞ്ഞു. അതിലൊന്നും വന്ന് പതിച്ചപ്പോൾ ആ ലോകത്തോട് യാത്രയായ സഹോദരി പൂർണ്ണ ഗർഭിണിയായിരുന്നു. ലോകം മുഴുവനും ആ സഹോദരിയുടെ ഉള്ളിലുള്ള ജീവന്റെ തുടിപ്പിലേക്ക് ഉറ്റുനോക്കി. ഡോക്ടർമാർ കടന്നു വന്ന് ജീവൻ നഷ്ടപ്പെട്ട സഹോദരിയുടെ വയറ് കീറി ആ കുട്ടിയെ പുറത്തെടുത്തു. ആ കുട്ടിക്ക് അവർ പേര് വിളിച്ചു ഷൈമ ബിന്ത് ഷൈമ, ഷൈമയുടെ മകൾ ഷൈമ. ലോകം മുഴുവനും ആ പെണ്ണിന് വേണ്ടി, ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ലോകത്തിന്റെ മുന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇട്ടുകൊണ്ട്, ലോക മനസാക്ഷിയെ കരയിച്ചുകൊണ്ട് ഷൈമ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. നമ്മളെല്ലാവരും ആ വാർത്ത വേദനയോടെ വായിച്ചവരാണ്. എന്നാൽ അതങ്ങ് അകലെ ഫലസ്തീനിന്റെ മണ്ണിൽ ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രം കൊടും ക്രൂരത ചെയ്ത് ആ സമൂഹത്തെ പീഡിപ്പിച്ചതാണ് എങ്കിൽ ലോക ജനശ്രദ്ധ മുഴുവനും ആ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഉണ്ടായി എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ആ ജൂതൻ ചെയ്ത പ്രവർത്തനം പോലെ തന്നെയല്ലേ ഈ എടപ്പാളിനടുത്ത് ഫർസാന എന്ന പെൺകുട്ടിയെ മന്ത്രവാദി ചവിട്ടിക്കൊന്നപ്പോഴും നടന്നത് എന്നത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. 2 ജീവനുകൾ ഒരുപോലെ അപഹരിക്കപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ നാം മനസ്സിലാക്കി, മന്ത്രവാദത്തിന് ഒരു വർഗീയതയുമില്ല, ഒരു ജാതീയതയുമില്ല, ഒരു വിഭാഗീയതയുമില്ല.
അത് ഏതെങ്കിലും ഒരു സമൂഹത്തെ മാത്രം കാർന്നു തിന്നുന്നതല്ല. കാരണം ഈ വാർത്തകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് പുളിക്കളിനടുത്ത് ശകുന്തള എന്ന ഒരു സഹോദരിയെ ദുർഗപ്രസാദ് എന്ന് പേരുള്ള ഒരു മന്ത്രവാദി കഴുത്തിൽ കയറിട്ട് കൊന്നത്. മന്ത്രവാദിക്ക് ആവശ്യമായിരുന്നത് ഒരു കാറ് മാത്രമാണ്. മന്ത്രവാദിയുടെ ആ ദുരാഗ്രഹം ഒരു സഹോദരിയുടെ കഴുത്തിൽ കയറുമുറുക്കി കൊല്ലുന്നതിലേക്ക് മാറി എന്നത് പത്രത്താളുകളിൽ നമ്മൾ വായിച്ചു. അവിടെയും വളരെ അത്ഭുതത്തോടെ നാം വായിച്ചത്, വളരെ വിഷമത്തോടെ നാം നോക്കിക്കണ്ടത്, ആ സഹോദരിയെ കഴുത്തിന് കയറിട്ട് ദുർഗപ്രസാദ് എന്ന മന്ത്രവാദി കൊന്ന് തന്റെ വീടിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ആ മന്ത്രവാദി അടുത്തുള്ള കടയിലേക്ക് ചെല്ലുകയാണ്. ഒരു ചാക്ക് വേണം, ചാക്ക് വേണം. എന്തിനാണ് ചാക്ക്? ഈ മയ്യത്തിനെ, ഈ ശവത്തെ കേറ്റുവെക്കാൻ, ഇറക്കി വെക്കാൻ ഒരു ചാക്ക് മന്ത്രവാദിക്ക് ആവശ്യമുണ്ട്. ദുർഗപ്രസാദ് എന്ന സന്യാസി അടുത്ത കടയിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ചാക്ക് വേണം. കടക്കാരൻ ചോദിച്ചു, സ്വാമിജി ആർക്കാണ് ചാക്ക്, എന്തിനാണ് ചാക്ക്? സ്വാമിജി പറഞ്ഞു, അമ്പലത്തിലേക്കാണ്. ആ കടക്കാരൻ ഒരു ചാക്ക് മടക്കി കൊടുത്തിട്ട് പറഞ്ഞു, പണം വേണ്ട, പൈസ വേണ്ട, അമ്പലത്തിലേക്കല്ലേ, എന്റെ സ്വതക്കയാണ്, എന്റെ ധർമ്മമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കടക്കാരൻ കൊടുത്തു വിടുകയാണ്. മനസ്സിലാക്കണം, ഈ മന്ത്രവാദികളെ, ഇത്തരം ഇടപാട് നടത്തുന്നവരെ സമൂഹം എത്രമാത്രം ബഹുമാനിക്കുന്നു. ഇവർ മതത്തിന്റെ ആളുകളായി, മതത്തിന്റെ പ്രയോക്താക്കളും പ്രചാരകരുമായി വേഷമിട്ട് രംഗത്ത് വരികയാണ്. മതത്തിന്റെ മറവിൽ നിന്നുകൊണ്ടാണ് സമുദായത്തിന്റെ കാരുണ്യവും ഔദാര്യവും ഈ മന്ത്രവാദികൾ പിടിച്ചു വാങ്ങിയിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മതം ഒരിക്കലും ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദങ്ങൾക്ക് പിന്തുണ നൽകില്ല എന്നും, ഏതെങ്കിലും മതം അത്തരം പിന്തുണ മന്ത്രവാദങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ മനുഷ്യത്വത്തെ മാനിച്ചുകൊണ്ട് തന്നെ അതിനെ നിരോധിക്കണമെന്നും ശക്തമായി ആഹ്വാനം ചെയ്തുകൊണ്ടാണ് മഹത്തായി പ്രസ്ഥാനം. മതം മന്ത്രവാദത്തിനെതിരാണ്, അതുപോലെ തന്നെ മന്ത്രവാദം മതത്തിനെതിരാണ്, മന്ത്രവാദം മനുഷ്യനുമെതിരാണ് എന്ന വളരെ കാലികമായ, വളരെയധികം പ്രസക്തമായ ഒരു പ്രമേയവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. ഞാൻ എണ്ണിപ്പറഞ്ഞ സംഭവങ്ങൾ മാത്രമല്ല, ഇവിടെ വിശദീകരിച്ച സംഭവങ്ങൾ മാത്രമല്ല, മന്ത്രവാദികൾ ഒരു സമൂഹത്തിന്റെ മനസ്സിനെ മുഴുവനും കവർന്നെടുത്ത് ആദർശപരമായി അവരെ അടിമപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന നരനായാട്ടുകൾക്ക് യാതൊരുവിധ കയ്യും കടക്കുമില്ല. ഒരുപാട് ദുരന്തങ്ങൾ മന്ത്രവാദികൾ ഈ സമൂഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. അതിലൊന്നു മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്, ഞാനിവിടെ പ്രദർശിപ്പിക്കുകയാണ്. പ്രായമുള്ള കുഞ്ഞിനെ അച്ഛൻ നിലത്തടിച്ചു കൊന്നു. ആലപ്പുഴ പുന്നപ്ര സ്വദേശി മധുവാണ് സ്വന്തം മകനെ ദാരുണമായി കൊല ചെയ്തത്. ഒരു ജോത്സ്യന്റെ ഉപദേശപ്രകാരമാണ് ഇയാൾ കൊല നടത്തിയത്. അമ്മ സ്മിതയ്ക്ക് ദുഃഖം താങ്ങാനാവുന്നില്ല. അമ്മയെന്നുള്ള വിളി കേൾക്കുന്നതിന് മുമ്പേ ഭർത്താവ് കടിഞ്ഞൂൽ പുത്രനെ കൊലപ്പെടുത്തി. സ്മിതയുടെ കുഞ്ഞുവാവ ജനിച്ചിട്ട് 2 മാസമേ ആയുള്ളൂ. മുൻവശത്ത് വലിപ്പം കൂടിയ 2 പല്ലുകളുമായാണ് അഖിൽ ദേവ് ജനിച്ചത്. കുഞ്ഞ് ജനിച്ച സമയം മോശമാണെന്നും കുഞ്ഞു വളർന്നാൽ അച്ഛന് ആപത്തുണ്ടാകുമെന്നൊക്കെ ഒരു ജ്യോത്സ്യൻ മധുവിനോട് പറഞ്ഞു. ഈ അന്ധവിശ്വാസം കാരണമാണ് സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ അച്ഛനെ പ്രേരിപ്പിച്ചത്. കുഞ്ഞിന്റെ തല ഇവിടം കൊണ്ട് ഇങ്ങനെ 2 സൈഡും കൊണ്ട് വീർത്തിരിക്കുന്നു, ഇവിടെ ഒട്ടിയിരിക്കും. ഇതാണ് നമ്മൾ കുഞ്ഞ് മിണ്ടുന്നില്ല. കുഞ്ഞിന്റെ വയറ്റിൽ നിന്ന് വന്ന മലം മാത്രമായിരുന്നു. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കാലിൽ പിടിച്ച് നിലത്തടിച്ചാണ് കൊന്നതെന്ന് പ്രതി സമ്മതിച്ചതായി കേസ് അന്വേഷിച്ച പുന്നപ്ര എസ് ഐ MK രാജേഷ് പറഞ്ഞു. കുട്ടി അച്ഛന് ദോഷമാണെന്നൊക്കെ ഉള്ള ഒരു ധാരണയുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ വിദ്യാഭ്യാസം കുറവ്, മദ്യപാനം, ഇതൊക്കെ വന്നപ്പോൾ അന്ധവിശ്വാസം, പിന്നെ നാട്ടുകാരിലാണ് ഇത് അറിഞ്ഞിട്ടുള്ള കളിയാക്കല്, ഇതൊക്കെ ആയി കഴിയുമ്പോൾ കുട്ടിയോടൊരു വൈരാഗ്യം ഉണ്ടായി. അസ്വാഭാവിക മരണത്തിന് ആദ്യം കേസെടുത്ത പോലീസ് ബന്ധുക്കളുടെ പരാതിയെ തുടർന്നാണ് മധുവിനെ ചോദ്യം ചെയ്തത്. തുടർന്നാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. നാം മനസ്സിലാക്കണം, ജാഹിലിയത്തിലെ കാട്ടറബികളെ സംബന്ധിച്ച് നാം വായിച്ചിട്ടുണ്ട്. തമീം ഗോത്രക്കാരും അസ്ലം ഗോത്രക്കാരുമായ ജാഹിലിയത്തിലെ കാട്ടറബികൾ സ്വന്തം മക്കളെ ജീവനോടെ കുഴിച്ചുമൂടിയ കഥ കണ്ണീരോടെ നാം വായിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കണം, വിദ്യാസമ്പന്നരെന്ന് അഭിമാനിക്കുന്ന, 100% വിദ്യാഭ്യാസമുണ്ട് എന്ന് അഭിമാനിക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ സ്വന്തം മകനെ, സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ നിലത്തടിച്ചു കൊല്ലാൻ ഒരച്ഛൻ ദാർഢ്യം കാണിക്കുകയാണ്. മനസ്സിലാക്കണം, എന്തേ കാരണം? മന്ത്രവാദി പറഞ്ഞത്രേ, നിന്റെ കാലനാണ് നിന്റെ മകൻ. ആ ഒരു വാക്കാണ്. മന്ത്രവാദിയുടെ ഒരു വാക്ക് കൊണ്ട് സ്വന്തം അച്ഛൻ സ്വന്തം ചോരക്കുഞ്ഞിനെ, കാലിന്റെ ഇളം ചുവപ്പ് മാറാത്ത, പാൽപുഞ്ചിരി മാറാത്ത, പാലിന്റെ മണം മാറാത്ത, മോണകാട്ടി ചിരിക്കാനറിയുന്ന ഒരു പിഞ്ചോമനയെ തല്ലിക്കൊല്ലുമ്പോ, നിലത്തടിച്ചു കൊല്ലുമ്പോ എത്രമാത്രം മന്ത്രവാദികൾ ഒരു സമൂഹത്തിന്റെ മനസ്സിനെ കവരുന്നു, അവരെ അടിമത്വത്തിലാക്കുന്നു എന്നതിന്റെ വലിയ തെളിവാണ്. ഇവിടെയാണ് നാം അഭിമാനിക്കേണ്ടത് മുസ്ലിമായതിന്റെ പേരിൽ.
ഇവിടെയാണ് നമ്മുടെ പ്രവാചകനെ കൊണ്ട് നാം അഭിമാനിക്കേണ്ടത്. നമുക്ക് അഭിമാനമുണ്ടാകുന്നു നമ്മുടെ മതത്തെക്കുറിച്ച്, അഭിമാനത്തോടെ നാം ഓർക്കുന്നു നമ്മുടെ പ്രവാചകനെ കുറിച്ച്. അതുപോലെ തന്നെ അഭിമാനത്തോടെ നാം ചിന്തിക്കുന്നു ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന വഴിയെ സംബന്ധിച്ച്. എന്തേ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്? പോകരുത്, അവനെ സമീപിക്കരുത്, അവന്റെ അടുത്ത് ചെല്ലരുത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അതാ അറാഫ ഫസഅലഹു അൻ ശൈഇൻ ലം തുഖ്ബൽ ലഹു സലാത്തുൻ 40 ലൈല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, ഒരുത്തൻ ഒരു ജ്യോത്സ്യനെ സമീപിച്ചാൽ വെറുതെ പോയതാണ്, ഒരു അന്വേഷണത്തിന് പോയതാണ്. ഫസഅലഹു അൻ ശൈ, ഏതെങ്കിലും ഒരു കാര്യം ആ ജ്യോത്സ്യനോട് അയാൾ ചോദിച്ചാൽ, ലം തുഖ്ബൽ ലഹു സലാത്തുൻ 40 ലൈല, 40 ദിവസത്തെ നമസ്കാരം പിന്നെ അല്ലാഹു അവന്റേത് സ്വീകരിക്കില്ല. ജ്യോത്സ്യന്റെ അടുക്കൽ പോയിട്ട് എന്തെങ്കിലും ചോദിക്കാൻ നിൽക്കരുത്. അയാൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിന് വസ്വാസ് ഉണ്ടാക്കും, മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കും. അതുകൊണ്ട് തന്നെ അവന്റെ അടുക്കലേക്ക് പോകരുത്, ഒന്നും ചോദിക്കരുത് അവനോട്. ആരെങ്കിലും പോയാൽ ചോദിച്ചാൽ അതിന് പ്രായശ്ചിത്തമായി അവൻ കൊടുക്കേണ്ടത് 40 ദിവസത്തെ നമസ്കാരമാണ്. 40 ദിവസത്തെ നമസ്കാരത്തിന് ലൈസ ലഹു സവാബ്, അവൻ അല്ലാഹു കൂലി കൊടുക്കുകയില്ല. ഇനി പോയിട്ട് ജ്യോത്സ്യൻ പറഞ്ഞത് വിശ്വസിച്ചാലോ, അത് അതിനേക്കാൾ അപകടമാണ്. മാത്രമല്ല, അത്തരം നിലപാട് സ്വീകരിക്കുന്നവർ നമ്മുടെ ആളല്ല, അവൻ മുസ്ലിമല്ല. അവൻ എന്ത് പേരായിരുന്നാലും, ഹസൻ കുഞ്ഞാണെങ്കിലും, ഇനി അതല്ല വേറെന്തെങ്കിലും പേരിട്ടവനാണെങ്കിലും, ഇനി അവനോ സലഫി താടി വെച്ചവനാണെങ്കിലും, ഇനി അതല്ല അവൻ മറ്റേതെങ്കിലും ഒരു സംഘടനയുടെ നേതാവാണെങ്കിലും, ആരാണെങ്കിലും, ലൈസ മിന്നാ മൻ തതയ്യറ ഔ തുതിയ്യറ ലഹു, ആരാണോ ശകുനം നോക്കുന്നവൻ, ആരാണോ ശകുനം നോക്കിക്കുന്നവൻ, രണ്ടുപേരും നമ്മുടെ ആളല്ല. ഔ തകഹന ഔ തുകിഹന ലഹു, അതുപോലെ തന്നെ ആരാണോ ജ്യോത്സ്യം നോക്കുന്നത്, ആരാണോ നോക്കിക്കുന്നത്, രണ്ടു കൂട്ടരും നമ്മുടെ ആളല്ല. ഔ സഹറ ഔ സുഹിറ ലഹു, ആരാണോ സിഹ്ർ ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണോ സിഹ്ർ ചെയ്യുന്നത്, രണ്ടു കൂട്ടരും നമ്മുടെ ആളല്ല. എന്നിട്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മന്നതാ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിച്ചു, എന്നിട്ട് അയാൾ പറയുന്നത് സത്യമാണെന്നവൻ വിശ്വസിച്ചാൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അവിശ്വസിച്ചവനാണവൻ. നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, അവൻ കാഫിറാണ്, നമ്മുടെ അഹ്ലുകാരനല്ല. ജ്യോത്സ്യനെ സമീപിക്കുന്നവൻ, ശകുനം നോക്കുന്നവൻ, മന്ത്രവാദം നടത്തുന്നവൻ, സിഹ്ർ ചെയ്യുന്നവൻ, ചെയ്യിക്കുന്നവൻ, ഇതൊക്കെ നോക്കിക്കുന്നവൻ, ലൈസ മിന്ന, നമ്മുടെ ആളല്ല. അതിലൊക്കെ വിശ്വാസവും തസ്ദീഖുമുള്ള ആളാണോ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്, അവനാണ് കാഫിർ എന്ന് പറയുക. അവൻ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അത് യഹൂദികൾ പുറത്തേക്ക് പോയൊരു മാർഗമാണ്, യഹൂദികളുടെ നിലപാടാണ്. ഖുർആൻ അതുകൊണ്ട് തന്നെ പറഞ്ഞു, അലം തറ ഇലല്ലദീന ഊതു നസീബം മിനൽ കിതാബി യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത് വയഖൂലൂന ലില്ലദീന കഫറൂ ഹൗലാഇ അഹ്ദാ മിനല്ലദീന ആമനൂ സബീലാ ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ് വമൻ യൽഅനില്ലാഹു ഫലൻ തജിദ ലഹു നസീറാ. അല്ലാഹ് പറയുകയാണ്, അലം തറ, നീ നോക്കുന്നില്ലേ, നീ കണ്ടില്ലേ, ആരെ? ഇലല്ലദീന ഊതു നസീബം മിനൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ട ഒരു വിഭാഗം ആളുകൾ. ആരെയാണല്ലോ ചൂണ്ടുന്നത്? യഹൂദികളെയാണ്, ജൂതന്മാരെയാണ്. ആ ജൂതന്മാരെ ചൂണ്ടി അല്ലാഹ് പറയുന്നു, യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്, അവരിതാ ജിബ്തിലും താഗൂത്തിലും വിശ്വസിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഇമാം തൊബരി അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, യുസദ്ദിഖൂന ബിൽ ജിബ്തി വത്താഗൂത്ത്, പിശാചുക്കളെയും ജ്യോത്സ്യന്മാരെയും അവർ സത്യപ്പെടുത്തുകയാണ്. ജ്യോത്സ്യൻ പറയുന്നത് വിശ്വസിക്കുകയാണ്, ജ്യോത്സ്യന്റെ പിന്നാലെ അവര് പോവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ വിദ്യാസമ്പന്നരെന്നോ നിരക്ഷരെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. നിരക്ഷരെന്ന വ്യത്യാസമില്ല, വിദ്യാസമ്പന്നരെന്ന വ്യത്യാസമില്ല. നീ മനസ്സിലാക്കണം. നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്
ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ. മനസ്സിലാക്കണം, എന്തേ അർദ്ധരാത്രി ആയത്? സാഹിബ് പേടിച്ചു പോയതാ. എല്ലാരും ഉറങ്ങുമ്പോ, ഇന്ത്യക്കാർ മുഴുവൻ ഉറങ്ങുമ്പോ പതുക്കെ കിടക്കുകയും കുട്ടിയൊക്കെ എടുത്തിട്ട് പോകാന്ന് തീരുമാനിച്ചതാ? അല്ല, സായിപ്പ് പറഞ്ഞത് പകലേ പോകൂന്നാ, ഞങ്ങൾ പകല് പോയിക്കോളാന്നാ. പക്ഷേ അന്നത്തെ നമ്മുടെ നേതാക്കൾ പറഞ്ഞു പറ്റൂല, നിങ്ങൾ പകല് പോയാൽ പറ്റൂല, അത് നിമിത്തദോഷമാണ്, നിമിത്തദോഷമാണ്. അത് ബ്രിട്ടീഷുകാർ പറഞ്ഞു ഞങ്ങൾക്കുള്ള ഓർഡറാണോ ഇത്, ഞങ്ങൾ പകല് പോകണമെന്ന ഓർഡർ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോകണം, തീയതി മാറിക്കൂടാ. അപ്പൊ പറഞ്ഞു ഒരു പണി, രാത്രി 12 മണിക്കാക്കിയാലോ? പ്രശ്നമില്ലല്ലോ, രാത്രി 12 മണിക്കായി അഡ്ജസ്റ്റ് ചെയ്യാം. ഈ തീരുമാനം നിശ്ചയിച്ചത് ബഹുമാനനായ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായ നമ്മുടെ നിരീശ്വരവാദിയാണെന്ന്, ദൈവനിഷേധിയാണെന്ന് പലപ്പോഴും പറയപ്പെടാറുള്ള ജവഹർലാൽ നെഹ്റുവാണ് ഈ പരിഹാരം നിശ്ചയിച്ചു കൊടുത്തത്. രാത്രി 12 മണിക്ക് അവിടെയും കടന്നു വന്നു നിമിത്ത വിശ്വാസം. ജ്യോത്സ്യനിടപെടുകയാണ്. ഏതാ നല്ല സമയം? ബ്രിട്ടീഷുകാരെ പറഞ്ഞേക്കാൻ, ഇന്ത്യൻ പതാക പാറിക്കളിക്കുവാൻ പറ്റിയ സമയം ഏതാണ്? ജ്യോത്സ്യൻ നിർണയിക്കുകയാണ്, ജ്യോത്സ്യൻ നിർണയിക്കുകയാണ്. വലിയ വലിയ ചില ഹോട്ടലുകളിൽ 13-ാം നമ്പർ ഇല്ലത്രേ. എന്തേ കാരണം? 12 കഴിഞ്ഞ് ചിലടത്ത് 14, ചിലടത്ത് 12A. എന്തേ 13 പോയത്? 13 എന്നുള്ള നമ്പർ കിട്ടിയാൽ തന്നെ പോക്കാണെന്ന് മനസ്സിലായി. കാരണം യേശുവിന്റെ അവസാനത്തെ അത്താഴത്തിനുണ്ടായിരുന്ന ആളുകൾ 13 പേരാണത്രേ. അതിൽ 13-ാം നമ്പർ നമ്മുടെ യൂദാസ് ആണത്രേ. മനസ്സിലാക്കണം. അതുകൊണ്ട് 13 എന്ന നമ്പർ തന്നെ പോയി. വലിയ വലിയ വൻകിട ഹോട്ടലുകൾ, വലിയ മുതലാളിമാർ താമസിക്കുന്ന ഹോട്ടലുകൾ, അതുപോലെ വലിയ വിദ്യാഭ്യാസ വിചക്ഷണരായ ആളുകൾ താമസിക്കുന്ന ഹോട്ടലുകൾ, അവിടെ 13 നമ്പറില്ല. അത് ശകുനമായി കണ്ട ആളുകൾ. ഖുർആൻ പറയാണ്, ഇത് ഇന്ന് തുടങ്ങിയതോ ഇന്നലെ തുടങ്ങിയതോ അല്ല, നേരെ മറിച്ച് മുമ്പ് തന്നെ യഹൂദികളായ ആളുകൾ യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത് അയ്യുസദ്ദിഖൂന ബിൽ ജിബ്തി വത്താഗൂത്ത്, ജിബ്തിനെയും താഗൂത്തിനെയും അവർ സത്യപ്പെടുത്തി. വയക്ഫുറൂന ബില്ലാഹ്, അല്ലാഹുവിൽ അവർ അവിശ്വസിച്ചു. എങ്ങനെ? അറിയാതെയാണോ? വിവരമില്ലാതെയാണോ? അല്ല. വഹും യഅലമൂന അന്നൽ ഈമാന ബിഹിമാ കുഫ്ർ, അവർക്കറിയാമായിരുന്നു യഥാർത്ഥ വിശ്വാസം ഈമാൻ എന്ന് പറഞ്ഞാൽ ജിബ്തിനെയും താഗൂത്തിനെയും അവിശ്വസിക്കലാണ് എന്നവർക്കറിയാമായിരുന്നു. വത്തസ്ദീഖ ബിഹിമാ ശിർകുൻ, ജിബ്തിനെയും താഗൂത്തിനെയും അഥവാ പിശാചുക്കളെയും ജ്യോത്സ്യന്മാരെയും സത്യപ്പെടുത്തൽ അത് ശിർക്കാണെന്ന വിവരം യഥാർത്ഥത്തിൽ യഹൂദികൾക്കറിയാമായിരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെ അവരിതാ പിഴച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവരെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ് വമൻ യൽഅനില്ലാഹു ഫലം തജിദ ലഹു നസീറാ, നിശ്ചയമായും അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. ആരെ? ജിബ്തിനെയും താഗൂത്തിനെയും വിശ്വസിച്ച, അഥവാ ജ്യോത്സ്യന്മാരെയും പിശാചുക്കളെയും ഒക്കെ സത്യപ്പെടുത്തിയ യഹൂദികളായ ആളുകളെ അല്ലാഹു ശപിച്ചു. വമൻ യൽഅനില്ലാഹു ഫലം തജിദ ലഹു നസീറാ, ഒരുത്തനെ അല്ലാഹു ശപിച്ചാൽ പിന്നെ അവനെ സഹായിക്കാൻ ഒരാളുമില്ല. ഒരാളെ അല്ലാഹു ശപിച്ചാൽ പിന്നെ അവനെ സഹായിക്കാൻ ഒരാളുമില്ല എന്ന് പടച്ച റബ്ബ് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളഞ്ഞ ഒരു ജനവിഭാഗമാണ് ജ്യോത്സ്യന്മാരിൽ വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗം. അതാ മുസ്ലിമിന്റെ വിശ്വാസം. അതാണ് ഇസ്ലാം മതം ലോകത്തോട് പറഞ്ഞത്. ഇസ്ലാം വളരെ ശക്തമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് നിരോധിച്ചു, വിരോധിച്ചു. ജ്യോത്സ്യനെ അടുക്കരുത് എന്ന് പറഞ്ഞു, ജ്യോത്സ്യനെ അടുക്കൽ പോകരുതെന്ന് പറഞ്ഞു, അവനോടൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞു. ഇനി അഥവാ എന്തെങ്കിലും കേട്ടാൽ അവനെ സത്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, ഉത്ബുദ്ധമായ ഒരു സമൂഹത്തിന് ഇത് മനസ്സിലാക്കാൻ എത്ര ജീവൻ കൊടുക്കേണ്ടി വന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കുറച്ചു മുമ്പ് മഹാരാഷ്ട്രയിൽ ഒരു മന്ത്രവാദി കടന്നു വന്നു. അയാളുടെ പേര് ആശാറാം ബാപ്പു എന്നായിരുന്നു. ആ ആശാറാം ബാപ്പു ഒരു ആശ്രമം സ്ഥാപിച്ചിട്ട് പറഞ്ഞത് പ്രേതം ഇറക്കിത്തരും. നമ്മുടെ ആളുകൾ ജിന്നിറക്കും എന്ന് പറയുമ്പോൾ ഒരു പ്രേതം ഇറക്കലാ. ജിന്നിറക്കും എന്ന് പറയുമ്പോൾ പ്രേതത്തെ ഇറക്കിത്തരും എന്നാണ് ആശാറാം ബാപ്പു പറഞ്ഞത്. ഈ ബാധ കൂടിയാ പിന്നെ തൊട്ടതും പിടിച്ചൊക്കെ ജിന്നും പ്രേതമൊക്കെ ആകും. അതുകൊണ്ടല്ലോ ഈ അടുത്ത കാലഘട്ടത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, പത്രത്തിൽ വന്നൊരു വാർത്ത,
രാത്രി 10 മണിക്ക് ബെഡ്റൂമിലേക്ക് കയറി കട്ടിലിൽ കയറി കിടക്കുന്ന പെൺകുട്ടി പുതപ്പങ്ങ് മൂടിയാൽ ഭയങ്കര സംസാരമാണ്. തന്റെ പുന്നാര മകൾ രാത്രിയിൽ പുതപ്പ് മൂടിയിട്ട് സംസാരിക്കുന്നത് കേട്ട ഉമ്മ വാപ്പയോട് പറഞ്ഞത്രേ, മോക്കെന്തോ ജിന്നു കൂടിയിട്ടുണ്ട്. കാരണം ഓള് പുതപ്പിനടി കയറി ഭയങ്കര സംസാരാണ്, ജിന്നുണ്ട് എന്ന് ഏതെങ്കിലും തങ്ങളെ ഒന്ന് കാണിക്കണം. സംഗതി ഒരു ജിന്ന, ഇതുവരെ പ്രത്യക്ഷപ്പെടാത്ത ചില ജിന്നുകൾ രാത്രി ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയൊരു ജിന്ന് തന്നെയാണ്. അപ്പൊ പാതിരാത്രിയിൽ പുതപ്പിട്ട് മൂടിക്കിടന്ന് പെൺകുട്ടി സംസാരിക്കുന്നത് അതുപോലും ജിന്നാണ് എന്ന് ധരിക്കുന്ന മൂഢവിശ്വാസികൾ നമുക്കിടയിലുണ്ട്. ആശാറാം ബാപ്പു എന്ന മന്ത്രവാദി മഹാരാഷ്ട്രയിൽ കടന്നു വരുമ്പോ മാനസിക രോഗം ബാധിച്ച 16 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഉപ്പ അച്ഛൻ മനസ്സിലാക്കുകയാണ്, എന്റെ മകൾക്ക് പ്രേതബാധയാണ്, അതിന് ആശാറാം ബാപ്പു ഇറക്കിത്തരും. നേരെ കൊണ്ടുപോയി 16 വയസ്സുള്ള ആ പെൺകുട്ടിയെ കൊണ്ടുപോയി ആശാറാം ബാപ്പുവിന്റെ ആശ്രമത്തിലാക്കി അച്ഛൻ. നിങ്ങൾക്കറിയാം ചരിത്രം, ഞാൻ വിശദീകരിക്കുന്നില്ല. ആ പാവപ്പെട്ട പെൺകുട്ടിയെ, ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച പാവപ്പെട്ട പെൺകുട്ടിയെ ആ മന്ത്രവാദികൾ കൂടിയിട്ട് ബലാത്സംഗം ചെയ്തു. വലിയ വാർത്തയായത്. പ്രായപൂർത്തിയാകാത്ത 16 വയസ്സുള്ള പാവപ്പെട്ട പെൺകുട്ടിയെ നിഷ്ഠൂരമായി ആ മന്ത്രവാദികൾ ബലാത്സംഗം ചെയ്തത് വലിയ വാർത്തയായപ്പോൾ ഒരു ധീരനായ മനുഷ്യൻ മഹാരാഷ്ട്രയുടെ മണ്ണിൽ കടന്നു വന്നു. അദ്ദേഹമാണ് ദാഭോൽക്കർ എന്ന് പറയുന്ന വ്യക്തി. ആ ദാഭോൽക്കർ കടന്നു വന്നിട്ട് വളരെ ശക്തമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു, അന്ധവിശ്വാസ നിരോധന നിയമം ഇവിടെ നടപ്പാക്കണം. മാത്രമല്ല അദ്ദേഹം ഒരു പുതിയ സംഘടന രൂപീകരിച്ചു. മഹാരാഷ്ട്ര അന്ധശ്രദ്ധ നിർമൂലൻ എന്ന സമിതി രൂപീകരിച്ചുകൊണ്ട് വളരെ ശക്തമായ ബോധവൽക്കരണ പരിപാടികളും വളരെ ശക്തമായ പ്രചരണ പരിപാടികളുമായി രംഗത്ത് വന്നു. നിങ്ങൾ മനസ്സിലാക്കണം, മന്ത്രവാദികൾ അടങ്ങിയിരുന്നില്ല. അന്ധവിശ്വാസ നിരോധന നിയമത്തിന് വേണ്ടി ശക്തമായി കൊണ്ട് ദാഭോൽക്കർ ശബ്ദിച്ചുകൊണ്ടിരിക്കുമ്പോ മന്ത്രവാദികൾ സംഘടിച്ചിട്ട് ആ മനുഷ്യനെ കൊന്നുകളഞ്ഞു, വകവരുത്തി. പക്ഷേ വൈകിയാണെങ്കിലും മഹാരാഷ്ട്ര സർക്കാർ അന്ധവിശ്വാസ നിരോധന നിയമം കൊണ്ടുവന്നു. മനസ്സിലാക്കണേ, നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 16 വയസ്സുള്ള ഒരു സഹോദരി തന്റെ ജീവനും മാനവും കൊടുക്കേണ്ടി വന്നു. സർക്കാർ കണ്ടു തുറന്നു. അന്ന് ദാഭോൽക്കർ രംഗത്ത് വരുമ്പോ നമുക്കറിയാം, ഹൈന്ദവ വർഗീയ ഫാസിസ്റ്റ് ശക്തികളാണ് അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നത്. അവർ ചോദിച്ചു, ഇത് ഞങ്ങളുടെ മതത്തിന്റെ ഭാഗമാണ്, മന്ത്രവാദം എന്നത് ഞങ്ങളുടെ മതത്തിന്റെ ഭാഗമാണ് എന്ന് വാദിച്ചുകൊണ്ടൊരു സംഘം രംഗത്ത് വന്നപ്പോ അദ്ദേഹം ചുട്ട മറുപടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മതത്തിന്റെ ഭാഗമായി ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ നിലനിന്ന ഒന്നാണ് സതീ സമ്പ്രദായം. ഭർത്താവ് മരിച്ചാൽ ആ ഭർത്താവിന് വേണ്ടി ഒരുക്കുന്ന ചിതയിലേക്ക് ആ ഭാര്യ കൂടി ചാടി മരിക്കണമെന്ന നിയമം ഇന്ത്യ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു മതത്തിന്റെ പേരിൽ. എന്നാൽ ആ മതത്തിന്റെ നേതാക്കൾ തന്നെ രംഗത്ത് വരികയും അതിനെതിരെ ബോധവൽക്കരണം നടത്തുകയും അത് സമൂഹത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസം മനുഷ്യത്വത്തിന് വിരുദ്ധമാണ്, മനുഷ്യന് എതിരാണ്. അതുകൊണ്ട് അന്ധവിശ്വാസ നിരോധന നിയമം ശക്തമായി ഇവിടെ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും മഹാരാഷ്ട്രയിൽ ആ നിയമം കൊണ്ടുവരികയും ചെയ്തു. അത് കേരളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരണം എന്നാണ് ആവശ്യപ്പെടുന്നത്. മുജാഹിദ് പ്രസ്ഥാനം വളരെ ശക്തമായി ആവശ്യപ്പെടുന്നത് ആ നിയമം കേരളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരണം. ഇനി ഒരു സഹോദരിയെയും ഒരു മന്ത്രവാദിയും ചവിട്ടിക്കൊല്ലാൻ പാടില്ല. ഇനി ഏതെങ്കിലും ഒരു മന്ത്രവാദി ഏതെങ്കിലും സഹോദരിയുടെ നെഞ്ചത്തേക്കോ അല്ലെങ്കിൽ അവരുടെ നടുവിനേക്കോ കാലുയർത്തിയാൽ മന്ത്രവാദിയുടെ നേർക്ക് കാലുയർത്തുന്ന നിയമകൂടം ഇവിടെ ഉണ്ടാകണം, പൊതുജനം ഉണ്ടാകണം എന്നല്ല. അതാണ് ബീഹാറിൽ സംഭവിച്ചത്. ബീഹാറിൽ കഴിഞ്ഞ 7 വർഷം കൊണ്ട് നാട്ടുകാർ തല്ലിക്കൊന്നത് 470 മന്ത്രവാദികളെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്റെ അനുവാദവും എന്റെ കണക്കുമൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മന്ത്രവാദം കേരളത്തിൽ എന്ന പുസ്തകത്തിൽ ആണെന്നാണ് എന്റെ ഓർമ്മ. 7 കൊല്ലം കൊണ്ട് 450 ചുല്ലാനം മന്ത്രവാദികളെ നാട്ടുകാർ തെരുവിൽ വെച്ച് തല്ലിക്കൊന്നു. എന്തുകൊണ്ട്? നിയമം ഉണ്ടായില്ല. ഈ കിരാതരെ ജയിലടക്കുന്ന, ഈ ക്രൂരരെ ജയിലടക്കുന്ന നിയമം ഇല്ലാതെ വന്നപ്പോൾ പൊതുജനം നിയമം കയ്യിലെടുത്തു, തെരുവിലിറങ്ങി.
407 ജീവനുകൾ എടുത്തു. ഈ അടുത്ത സമയത്തും പത്രത്തിൽ വായിച്ചത് കണ്ടിട്ടുണ്ടാവും. ബീഹാറിൽ ചെന്നിട്ട് മന്ത്രവാദി എന്ന് പറയുന്ന നാട്ടുകാർ തല്ലിക്കൊല്ലും. ആ ഒരു നിലവാരത്തിലേക്ക് കേരള സമൂഹം താഴാതിരിക്കാൻ ഭരണകൂടം, നിയമകൂടം ഇടപെടണം. അങ്ങനെ വരുമ്പോ മഹാരാഷ്ട്രയിൽ കൊണ്ടുവന്ന നിയമം, ഒന്ന്, അമാനുഷിക ശക്തികളുടെ പേരിൽ മന്ത്രവാദം നടത്തുക. ഇവര് ഭയങ്കര ശക്തിമാന്മാരായിരിക്കും. ആര്? മന്ത്രവാദികളെ. ഭയങ്കര ശക്തിയായിരിക്കും അവർക്ക്. ഭയങ്കര കുരുത്തക്കേടൊക്കെ കിട്ടിക്കളയും. തന്നളി ഒന്നുമില്ല, ഒരു ചുക്കുമില്ല, ഒന്നുമില്ല, ഒരു കഴിവ് അവർക്കില്ല. അറിയപ്പെട്ടൊരു മന്ത്രവാദി, ഒരു ജ്യോത്സ്യൻ, അദ്ദേഹം തന്റെ പണിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ട തന്നെ, ഉസ്താദേ, ഞങ്ങൾ നടത്തുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അത് 99% തട്ടിപ്പാ, പിന്നെ 1% ഉണ്ട് അത് വെട്ടിപ്പാ. 99% തട്ടിപ്പും 1% വെട്ടിപ്പും. ദുർബലരായ ഹൃദയത്തിന്റെ ഉടമകളെ അതേ ഞങ്ങൾ പിടിച്ചടക്കുകയാണ്. അല്ലാതെ എന്തെങ്കിലും ഒരു അമാനുഷിക ശക്തി ഈ മൂല്യർക്കുണ്ടോ, ഈ തങ്ങൾക്കുണ്ടോ, ആർക്കെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇതെല്ലാവർക്കും അറിയാം. ഇങ്ങനെ ആളുകളുടെ ഹാവഭാവം കാണുമ്പോൾ ചിലർ തെറ്റിദ്ധരിക്കണ ഒരു മുസ്ലിയാർ തന്നെ പറഞ്ഞതറിയോ? സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം എന്റെ അടുത്ത് വന്നൊരു സ്ത്രീ വന്നിട്ട് എന്നോട് ഒരു, ഉസ്താദേ, എന്റെ കുറെ സാധനങ്ങൾ വരെ കട്ടുപോയി. ഞാൻ പിന്നെ അള്ളാഹ് തിരിച്ചു തരട്ടെ. കുറെ പറഞ്ഞപ്പോ ഇവള് ചോദിച്ചു കിട്ടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എടുത്തു വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചിലർക്കൊരു ധാരണയായത് മൊയ്ലിയാരോട് പോയി ചോദിച്ചാൽ ഇത് കിട്ടുമോ ഇല്ലേ എന്ന് മൊയ്ലിയാർക്ക് പറയാൻ കഴിയൂല. അങ്ങനെയാണെങ്കിൽ ആ മൊയ്ലിയാരെ പോലീസ് സ്റ്റേഷനിൽ കുത്തിരിപ്പിക്കൂലേ പോലീസ് ഉദ്യോഗസ്ഥന്മാര്? കാരണം എത്ര വേഗം തെളിയിക്കാൻ കഴിയും എല്ലാ കേസും. അതൊന്നും എന്തെല്ലാമോ അന്ധവിശ്വാസങ്ങൾ ആരൊക്കെയോ പ്രചരിപ്പിക്കുന്നത്, അതൊന്നും സുന്നത്ത് ജമാഅത്തിന്റെ തലയിൽ വെച്ച് കെട്ടണ്ട. ആരുടെ തലയിലും വെച്ച് കെട്ടണ്ട, അതങ്ങോട്ട് ഒഴിവാക്കിയേക്ക്. ഒരാളുടെ തലയിലും ഈ അന്ധവിശ്വാസങ്ങൾ വെച്ച് കെട്ടേണ്ട, അതങ്ങോട്ട് ഒഴിവാക്കിയേക്ക്. ഇത് വലിയൊരു ചോദ്യമല്ലേ അദ്ദേഹം ചോദിച്ചത്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ സുകുമാരക്കുറിപ്പ് എവിടെടോ? എത്ര കാലായി മൂപ്പര് പിടികിട്ടാ പുള്ളിയായിട്ട് കിടക്കുക. അയാൾ എവിടെ? ഈ മഷിനോട്ടക്കാരനൊക്കെ എവിടെ പോയി? മഷി നോക്കി ഒന്ന് പറഞ്ഞു കൊടുക്കും. സുകുമാരക്കുറിപ്പ് എവിടെ? അല്ല ഉണ്ടോ? ജീവിച്ചിരിപ്പുണ്ടോ? അത് പോയോ? ഇവര് പോലീസ് സ്റ്റേഷനിലൂടെ SIയുടെ ആവശ്യമുണ്ടോ? CBIയുടെ ആവശ്യമുണ്ടോ? എവിടുന്ന തീവ്രവാദി വരല്, എങ്ങോട്ടാ പോകല്? ഇവര് പറഞ്ഞൂടെ? ഇവർക്ക് പറഞ്ഞൂടെ? ഇവര് ആ കല്ലുമേ നോക്കിയാ പോരെ, അല്ലെങ്കിൽ ആ വെച്ചിലയിൽ നോക്കിയാ പോരെ? തീവ്രവാദി വരുന്നതും കാണാം, പോണം കാണാം. എവിടെയോ മലേഷ്യൻ വിമാനം. എത്ര മന്ത്രവാദിയാ വന്നത്? മലേഷ്യൻ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് കൊണ്ടുവന്നു മന്ത്രവാദികളെ. മലേഷ്യൻ വിമാനം എവിടെയെന്ന് അറിയാറേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവസാനം മൂപ്പര് വന്നിട്ട് ഒരു തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് പറഞ്ഞു, ഒന്നുകിൽ വിമാനം ആകാശത്തുണ്ട്, അല്ലെങ്കിൽ ഭൂമിയിലുണ്ട്. രണ്ടിലെവിടെങ്കിലും ഉണ്ട്. ഇതാ, ഒന്നുകിൽ ആകാശത്ത്, അല്ലെങ്കിൽ ഭൂമിയിൽ. ഇത് വല്ലാത്തൊരു കണക്കായി പോയി. ഈ നിലക്കാണ് മന്ത്രവാദികൾ അഭിപ്രായം പറയുന്നത്. എത്ര മന്ത്രവാദികൾ പ്രവചനമാണ്. മലേഷ്യൻ വിമാനം കാണാതായപ്പോ പത്രക്കോളങ്ങളിൽ അഥവാ ലോകമറിയപ്പെടുന്ന ഇംഗ്ലീഷ് പത്രങ്ങളിൽ പോലും അതേ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് എവിടെയോ വിമാനം. ഇവരൊരു ചുക്കുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ ആയിഷ റളിയല്ലാഹു അൻഹാ, ആരെക്കുറിച്ച്? അനിൽ കുഹാൻ, ഈ ജ്യോത്സ്യന്മാരെ കുറിച്ച് ചോദിച്ചു. നബിയെ, ഇവർ വലിയ സംഭവമാണോ? നബി പറഞ്ഞു, ലൈസു ബിശൈ, അവരൊരു ചുക്കുമല്ല. നബിയുടെ മറുപടി എങ്ങനെയാണ്? ലൈസു ബിശൈ, അവരൊരു ചുക്കുമല്ല. ഇവരൊരു ചുക്കുമല്ല. ഈ മന്ത്രവാദികൾ, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് അവരുടേതായ രംഗത്ത് പോലും, അവരുടേതായ മാർഗത്തിൽ പോലും ഇടപെടാൻ കഴിയില്ല. ഈ രൂപത്തിൽ മന്ത്രവാദികളായ ആളുകൾ സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോ ജനം മനസ്സിലാക്കണം, ഇവരൊന്നുമല്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തിന്റെ യഥാർത്ഥമായ മൂല്യത്തിലേക്ക് കടന്നു വരണം. അതിന് വിരുദ്ധമായി കൊണ്ട് അമാനുഷിക ശക്തികളുടെ പേരിൽ ആരെങ്കിലും മന്ത്രവാദം നടത്തിയാൽ അവനെ പിടിച്ച് ജയിലിടും. 7 കൊല്ലമാണ് അവന്റെ ശിക്ഷ. 7 കൊല്ലം ജയിലിൽ കിടക്കണം. ആ നിയമം ഇവിടെ കൊണ്ടുവരണം എന്നാ പറഞ്ഞത്. രണ്ടാമതായി, ഭൂതപ്രേതാദികളെ ഒഴിപ്പിക്കുന്നതിനും ഉച്ചാടനത്തിനും ഭസ്മമോ തകിടോ ആകർഷണ യന്ത്രമോ നൽകൽ. 25 രൂപ കൊടുത്താൽ ഇരുമ്പ് കടയിൽ നിന്ന് കിട്ടുന്ന തകിട് വാങ്ങിക്കൊണ്ടുവന്ന് അബ്ജദ് ഹവ്വസ് ഹുത്തി കലമൻ എന്ന പഴയകാല കണക്കുണ്ടല്ലോ. അലിഫിന് 10, ബാഇന് 20, ജീമിന് 30, ദാലിന് 40, ഇങ്ങനെ അബ്ജദ് ഹവ്വസ് ഹുത്തി കലമൻ എന്ന പഴയ അക്ഷരങ്ങൾക്ക് മൂല്യം നിശ്ചയിക്കുന്ന കണക്കെടുത്തു വെച്ചിട്ട്
കളം വരച്ച് ആ അക്ഷരങ്ങളെ അക്കങ്ങളാക്കി എഴുതി. അതുപോലെ തന്നെ ലോകത്തറിയപ്പെടാത്ത പല റൂഹാനിക്കുണ്ട്. നമ്മുടെ കുത്തുബിയത്തൊക്കെ ചെല്ലുമ്പോ കേട്ടിട്ടില്ലേ, കസ്കസ് ലയഊസ് അഹ്മർ. കസ്കസ് ലയഊസ് എന്ന് പറയുന്നത് ബിരിയാണിക്ക് എടുത്ത സാധനമാണ് എന്നാരും തെറ്റിദ്ധരിക്കരുത്. അത് ബിരിയാണി ഇടുന്ന സാധനമല്ല. കസ്കസ് ലയഊസ് ഒരു റൂഹാനിയുടെ പേര് പറഞ്ഞതാ. അഹ്മദ്, അഹ്മർ, തമ്രയാൽ, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. പിന്നെ അബ്ബാസ്, ഓരോ ജിന്നുകൾക്കുള്ള പേരാണത്രേ. ഇതൊക്കെ വരച്ചും കളം വരച്ചും അതുപോലെ തന്നെ എഴുതിയും എന്നിട്ട് ആ തകിടിങ്ങനെ കൊടുക്കുക. മുല്യാരുടെ കയ്യിൽ കിട്ടിയ തകിട് കോമ്പസ് കൊണ്ട് 4 വര വരച്ചാൽ 25 രൂപക്ക് ഇരുമ്പ് കടയിൽ നിന്ന് വാങ്ങിയ ആ തകിടിന് പിന്നെ വില 500ആയി, 600ആയി, 700ആയി, 1000ആയി, 1500ആയി, 2000ആയി, അങ്ങനെ പോകും. ആ ജാതി തകിടോ ആകർഷണ യന്ത്രമോ, ഇപ്പോൾ വലംപിരിശങ്ക്, ഇടംപിരിശങ്ക്, ഉസ്മാ മുസ്ലിയുടെ ഹൈക്കല്ല്, ഇങ്ങനെ ഒരുപാട് സാധനം ഉണ്ട്. അപ്പൊ ഈ ജാതി ഒരു സാധനവും കൊടുക്കാൻ പാടില്ല. ആരെങ്കിലും ഈ തകിടോ ഐക്കല്ലോ ഏലസോ ഈ ജാതി ഇടംപിരി വലംപിരി കൊടുത്താൽ 7 കൊല്ലം ജയിലില്ല. ആ നിയമം കൊണ്ടുവരാനാ പറഞ്ഞത്. പാവപ്പെട്ട നിരപരാധികളായ മനുഷ്യരെ കബളിപ്പിക്കരുത്. മാത്രമല്ല പിന്നെ പറഞ്ഞു, അമാനുഷിക ശക്തി ഉണ്ടെന്ന് അവകാശപ്പെടുകയോ അപ്രകാരം പരസ്യം നൽകുകയോ ചെയ്യൽ. പത്രക്കോളങ്ങൾ, മുത്തശ്ശിപത്രങ്ങൾ പരസ്യം കൊടുക്കണം. ആരുടെ പരസ്യം? ഈ മന്ത്രവാദിയുടെ മുഴുവൻ പരസ്യം കൊടുക്കണ ആരാ? മന്ത്രവാദത്തിനെതിരെ ഫീച്ചറുകൾ എഴുതുന്ന പത്രങ്ങൾ തന്നെയാണ്. മന്ത്രവാദത്തിനെതിരെ അന്വേഷണാത്മകമായ പഠനം നടത്തിയിട്ട് പംക്തികൾ തയ്യാറാക്കുന്ന മുത്തശ്ശിപത്രങ്ങൾ തന്നെയാണ് ഈ പറയുന്ന മന്ത്രവാദികൾക്ക് പരസ്യം കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണോ ലാഭമുണ്ടാകണോ, വീടിന് ദിശ നിശ്ചയിക്കണോ, ഭാഗ്യം വരുത്തണോ, കഷ്ടപ്പാട് മാറ്റണോ, ശനിദശ നീങ്ങണോ, വരൂ സന്ദർശിക്കൂ അല്ലേ. മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന മന്ത്രവാദികളുടെ ദുരന്തങ്ങൾ ലോകത്തിന് മുന്നിൽ കാണിക്കുന്ന മീഡിയകളാണ് 1 മണിക്കൂർ മാറ്റിവെച്ചത്. നക്ഷത്ര വാരഫലം, നിങ്ങളുടെ ഭാവി പറയാൻ, ഭൂതം പറയാൻ അല്ലേ. അങ്ങനെ ഉണ്ടായിരുന്നല്ലോ ഈ അടുത്തൊരാള്, ഏഷ്യാനെറ്റിലേക്ക് മറ്റും വന്നുകൊണ്ടിരുന്ന ഒരാള്, അയാളുടെ മകളെ കാണാതെ പോയി അല്ലേ. നിങ്ങൾ വായിച്ചില്ലേ പത്രം? അയാൾ പരസ്യം കൊടുത്തു, എന്റെ മകളെ കാണാതെ പോയിട്ടുണ്ട്, കണ്ടു കിട്ടുന്ന ആളുകൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയോ താഴെക്കാൾ നമ്പറിൽ അറിയിക്കുകയോ ചെയ്യുക. എല്ലാ ആഴ്ചയിലും വാരഫലം പറയാൻ വന്നിരുന്ന ഒരു സാധു പത്രത്തിൽ പരസ്യം കൊടുക്കണേ, എന്റെ മകളെ കാണാതെ പോയി താഴെ നമ്പർ വിളിച്ചു പറയാ. എന്തൊരു ഗതികേടാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അവന്റെ പിന്നാലെ പോണ്. അപ്പോ അമാനുഷിക ശക്തി ഉണ്ടെന്ന് അവകാശപ്പെടുകയോ അങ്ങനെ പരസ്യം ചെയ്യുകയോ ചെയ്താൽ 7 കൊല്ലം ജയിലിലാക്കണവനെ. പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിടണം. SI വരണം, DYSP വരണം, SP വരണം. അല്ല, നമ്മൾ പോയിട്ട് സമരം ചെയ്യല്ല. അവനെ കൊണ്ടുപോയി അകത്ത് തുറങ്കിലടക്കണം. 7 കൊല്ലം പിന്നെ പുറം ലോകം കാണരുത്, ശിക്ഷിക്കണം. ഈ നിയമം കേരളത്തിന്റെ മണ്ണിൽ കൊണ്ടുവരണം. കാര്യം ഇനി ഒരു ഫർസാന ഉണ്ടാകരുത്, ഇനി ഒരു ഹസീന ഉണ്ടാകരുത്, ഇനി ഒരു ശകുന്തള ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാകരുത്. പിന്നെ പറഞ്ഞു, മൺപറഞ്ഞു പോയ സന്യാസി പുണ്യവാളന്മാരുടെയോ ദൈവങ്ങളുടെയോ അവതാരമാണെന്ന് അവകാശപ്പെടുകയോ തദ്വാര ദൈവഭയമുള്ള സാമാന്യ ജനത്തെ വഞ്ചിക്കുന്നതിന് ഒരുമ്പിടുക. ചില ആളുകൾക്ക് കൂടല. ആര്? ബീവി കൂടിയതാ. ഏത് ബീവി? ഭീമാ ബീവി. ഭീമാ ബീവി ഇങ്ങനെ കൂടാ നടക്കുക. കൂടലേ ആ ചെറിയ കുട്ടികൾ, നഴ്സറി കുട്ടികൾ, ഞാൻ കൂടാ നീ കൂടാ ഞാൻ കൂടൂല എന്ന് പറഞ്ഞ ആ ജാതി ഇവരൊക്കെ ഇങ്ങനെ കൂടാ നടക്കല്. ആര്? ഭീമാ ബീവി കൂടി. ഈ കൂടുന്ന ആൾക്കാര് പ്രധാനമായും സംസാരിക്കണ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഒന്നിൽ കന്നഡ, അല്ലെങ്കിൽ തമിഴ്, അല്ലെങ്കിൽ മലയാളം. കൂടുന്ന ആൾക്കാരെ സംസാരിക്കണ കൂടുതലും തമിഴായിരിക്കുള്ളൂ. എങ്ക പോര് എന്നൊക്കെ ഇവർ സംസാരിക്കുക. ഇവര് തമിഴ് സംസാരിക്കുക, തമിഴിലാണ് കൂടുതലും കൂടുന്ന ആളുകൾ. എന്തേ അബൂബക്കർ സിദ്ദീഖ് ആർക്കും കൂടാത്തത്? അതാണ് നമ്മുടെ ചോദ്യം. എന്തേ ഉമറുൽ ഫാറൂഖ് ആർക്കും കൂടുന്നില്ലല്ലോ? എന്തേ ഉസ്മാൻ ഗഫാർ റളിയല്ലാഹു കൂടാത്തത്? എന്തേ അലി ഇബ്നു അബീ ത്വാലിബ് കൂടുന്നത്? എന്തേ ഈ അജ്മീരും ബീബാബി ഇവരൊക്കെ തന്നെ കൂടുന്നത്? അതെന്താ ഇങ്ങനൊരു കൂടല്? മന്ന സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, അങ്ങനെ ഒരു സിസ്റ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഇന്ന് വരെ ഏർപ്പെടുത്തിയിട്ടില്ല. അത് സിസ്റ്റം ഇല്ല. നമുക്കറിയാം ശുഹദാക്കൾ, ആ ശുഹദാക്കളാണ് ഉന്നതന്മാർ. അവർ മരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള സ്വർഗം നേരത്തെ തന്നെ കൊടുക്കാൻ, അവരുടെ ബർസഖിയായ ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗം കൊടുക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഒരു പച്ചവർണ്ണക്കിളിയുടെ രൂപത്തിൽ
ആ രൂപത്തിലേക്ക് അവരുടെ ആത്മാവിനെ നിക്ഷേപിച്ച് സ്വർഗത്തിൽ അവരെ വിഹരിക്കുവാൻ വിടും. ആ സ്വർഗത്തിലെ പഴങ്ങൾ ഭുജിച്ച് സ്വർഗത്തിലെ വെള്ളം കുടിച്ച് അവരിതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ അനുഗ്രഹ സമ്പൂർണമായ സ്വർഗത്തിൽ കഴിയുമ്പോ ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഹദാക്കളോട് ചോദിച്ച ഒരു ചോദ്യം ഹദീസിന്റെ താളുകളിൽ കാണാം. എന്താ അല്ലാഹു ചോദിച്ചത്? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അവർ ചോദിച്ചു, പടച്ചോനെ ഞങ്ങൾക്ക് എന്താ ആവശ്യപ്പെടാനാ? ഞങ്ങൾക്ക് കിട്ടിയത് മാലാ ഐനുൻ റഅത്ത് വലാ ഉദ്നു സമിഅത്ത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സുകൊണ്ടും സങ്കല്പിക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങളാണല്ലോ റബ്ബേ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ എന്ത് ചോദിക്കാനാ? ഞങ്ങൾ എന്താ ആവശ്യപ്പെടാനാ? ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഞങ്ങളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കണെന്ന് ഈ ശുഹദാക്കൾ റബ്ബിനോട് പറയുമ്പോ അല്ലാഹ് പറയുന്നു, പറ്റൂല, എന്തെങ്കിലും ചോദിച്ചേ പറ്റൂ, എന്തെങ്കിലും ആവശ്യപ്പെട്ടേ പറ്റൂ, എന്തെങ്കിലും ഒന്ന് ചോദിക്കണം. അപ്പൊ ഈ ശുഹദാക്കൾ പടച്ചോട് കുറെ നിർബന്ധിച്ചോ പറഞ്ഞറിയോ, പടച്ചോനെ ഒരവസരം തരണം. എന്നറിയോ? ഒന്നുകൂടെ പോകാനാ. എങ്ങോട്ട്? ദുനിയാവിലേക്ക് തിരിച്ചൊന്ന് പോകാനാ. അതെന്തിനാ? രണ്ട് കാര്യമുണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ. ഒന്നൊന്നുകൂടി അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ പടവെട്ടി ഷഹീദായി മടങ്ങി വരാനാണ്, ആ കൂലി കൂടെ കിട്ടാനാണ്. രണ്ടാമത് ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾക്ക് ഇവിടെ നൽകപ്പെട്ട ഈ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അവിടെയുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനാണ്. ഈ വിവരം അവരോടൊന്ന് പറയാനാണ്. അതിനുവേണ്ടി ഒന്ന് തിരിച്ചേക്കുമോ റബ്ബേ എന്ന് ഈ ശുഹദാക്കൾ റബ്ബിനോട് പറയുമ്പോ അല്ലാഹ് പറയുന്നു, അത് പറ്റില്ല. അതൊരു ദുരാഗ്രഹമായി പോയി. ഹേയ്, അത് പറ്റൂല. അങ്ങനെ തിരിച്ചു ദുനിയാവിലേക്ക് പോയിട്ട് ഒന്നുകൂടി പടവെട്ടി വരാനോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോടൊക്കെ കാര്യം പറഞ്ഞ് ധരിപ്പിച്ച് അവരെ കൂടി ഇങ്ങനെ ആക്കിയിട്ട് വരാനോ പറ്റൂല. ഏതായാലും നിങ്ങളുടെ ആഗ്രഹമല്ലേ, നിങ്ങൾ പറഞ്ഞതല്ലേ, അത് കണക്കിലെടുത്ത് ഈ വിവരം ഞാൻ അവരെ അറിയിക്കും. നിങ്ങളുടെ ഈ ആഗ്രഹത്തെ ഞാൻ അവരെ അറിയിച്ചുകൊള്ളാം. ഉടൻ തന്നെ അല്ലാഹു ആയത്തിറക്കുന്നു, വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വധിക്കപ്പെട്ടവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ധരിച്ചു പോകരുത്, നീ കരുതരുത്. അംവാത, അവർ മരിച്ചവരാണെന്ന് കരുതരുത്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവരവരുടെ റബ്ബിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്, അഥവാ സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്നവരാണ്. മാത്രമല്ല യുർസഖൂൻ, അവർക്ക് സ്വർഗത്തിൽ അന്നം കിട്ടുന്നുണ്ട്. സ്വർഗത്തിലെ നല്ല ഭക്ഷണം കഴിച്ചവർ സുഖത്തോടെ സ്വർഗത്തിൽ കഴിയുകയാണ് എന്ന് ആയത്ത് അല്ലാഹു ഇറക്കുകയാണ്. മനസ്സിലാക്കണം, ആർക്കെങ്കിലും ദുനിയാവിലേക്ക് മടങ്ങിയിട്ട് ഒരാളുടെ മേൽ കൂടാനോ ഒരു വിവരം അറിയിക്കാനോ ഉള്ള അവകാശം അല്ലാഹു കൊടുത്തിരുന്നെങ്കിൽ ശുഹദാക്കൾക്ക് അത് കൊടുക്കുമായിരുന്നു. അതവർക്ക് പോലും കൊടുത്തിട്ടില്ല. പടച്ചറബ് കൊടുത്തിട്ടില്ല. മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്നാള് കൂടി, ബാവ കൂടി, ബീവി കൂടി, അത് കൂടി, ഇത് കൂടി എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അത് റൂഹാനിയാണ്. റൂഹാനി എന്ന് വെച്ചാല് ഒന്നല്ല രണ്ടാണ്, രണ്ട് റൂഹാണ്. റൂഹല്ല, റൂഹാനിയാണ്, രണ്ട് റൂഹാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഈ ജാതി പ്രവർത്തനങ്ങൾ കാണുമ്പോ പതുക്കെ SI ഫോൺ ചെയ്യുക, ഹലോ ഒരാൾ ഇവിടെ ഉണ്ട്, വേഗം വരിക, അറസ്റ്റ് ചെയ്യുക, കൊണ്ടുപോവുക, വിലങ്ങ് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. അതിവിടെ നടപ്പാക്കണം. മാത്രമല്ല ദിവ്യശക്തിയുടെയോ ദുഷ്ടശക്തിയുടെയോ സ്വാധീനമുണ്ടെന്ന് അവകാശപ്പെടുക വഴി അത്ഭുതങ്ങൾ കാണിക്കുക. എന്നിട്ട് ഒരു ഭയങ്കര അത്ഭുതക്കാരൻ. ഈ അടുത്ത സമയത്ത് ഒരാളുണ്ട് അല്ലേ, ഒരിങ്ങനെ ഏറിലിരിക്കുകയാണ്, ഒരു സന്യാസി ഏറിലാണ്. ഏറിൽ മൂപ്പരിങ്ങനെ ഇരിക്കണം. മൂപ്പർക്ക് കസേര വേണ്ട, സ്റ്റൂള് വേണ്ട, ദിവാൻ കോട്ട് വേണ്ട, കട്ടിൽ വേണ്ട, ഒന്നും വേണ്ട. മൂപ്പരിങ്ങനെ ഏറിലിരിക്കും. ഇങ്ങനെ അങ്ങനെ ഏറിയിരിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ കൂടി അത്ഭുതമായി. ഇയാളെന്തെങ്ങനെ ഏറിലിരിക്കണ്? മഹാസംഭവം തന്നെ കേട്ടോ. അങ്ങനെ ഉണ്ടല്ലോ, ചുട്ട കോഴിയെ പറപ്പിക്കുക, അതുപോലെ ഏറിലിരിക്കുക എന്നൊക്കെ ഭയങ്കര സംഭവമാണ്. ചില വിദ്വാന്മാരങ്ങനെ അവൻ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ആളാണെന്ന്. ചില മന്ത്രവാദികളെ കുറിച്ച് പറയണേ, ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ആൾ. ചുട്ട കോഴിയെ പറപ്പിക്കാൻ ഒരു പ്രയാസമില്ല, ചുടാത്ത കോഴിയെ പറപ്പിക്കാനാ പ്രയാസം. മനസ്സിലാക്കണോ? ചുട്ട കോഴി മാത്രമല്ല, ചുട്ട മനുഷ്യ പറക്കും. മനസ്സിലാക്കണം. ഇതെന്താണെന്നറിയാതെ ചുട്ട കോഴിയെ പറപ്പിച്ച ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഹോമകുണ്ടം ഉണ്ടാക്കുന്നതിന് മുമ്പേ ആദ്യം ജീവനോട് ഒരു പൂവൻ കോഴി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തീ കത്തിക്കട്. തീ അങ്ങോട്ട് ചെന്നാ, ചൂടം കൊണ്ട് ചെന്നാ കോഴിയെല്ലാം മനുഷ്യൻ പറക്കൂലേ. ഇതാണ് ഈ ചുട്ട കോഴിയെ പറപ്പിക്കൽ. നിങ്ങൾ വിചാരിച്ചെന്ത്, ഷവർമ്മ എടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പറയാ, നരകത്തിലെ കോഴി ഉണ്ടല്ലോ, ഷവായിയോ,
അപ്പോ ഇതെടുത്തിട്ട് ഇങ്ങനെ പറപ്പിക്കുന്ന അല്ല, അത് പറപ്പിക്കാൻ ഒരു ശവായി എടുത്തിട്ട് ഒരു സ്വാമിയുടെ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു തങ്ങടൊക്കെ കൊടുത്തൊന്ന് പറപ്പിച്ച് തങ്ങളെ എന്ന് പറഞ്ഞാല് പറക്കൂല. നേരെ മറിച്ച് ഹോമകുണ്ടത്തിന്റെ അടിയിൽ ജീവനുള്ള കോഴിയെ വെച്ചിട്ട് അതിന്റെ മുകളിൽ തീ കത്തിച്ചാൽ ചുട്ട കോഴി പറക്കും മേപ്പോട്ട്. മനസ്സിലാക്കണം. ഇതുപോലെ ഏറിലിരുന്ന സന്യാസി അവസാനം നോക്കുമ്പോൾ മൂപ്പര് വെറുതെ ഇരിക്കൂല. ഇരിക്കണമെങ്കിൽ കയ്യിലൊരു വടി വേണം, വടി കുത്തിയിട്ടേ മൂപ്പര് ഇരിക്കുള്ളൂ. അവസാനം വടിയെപ്പറ്റി അന്വേഷിച്ചു. സംഗതി നോക്കുമ്പോൾ മൂപ്പർക്ക് ചില പ്രത്യേകമായ വസ്ത്രമുണ്ട്. ഒന്ന് വലിയ നീളമുള്ള ജുബ്ബയാണ്. ആ ജുബ്ബ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വടി ഇങ്ങനെ പിടിക്കും. നോക്കുമ്പോ എന്താ, ജുബ്ബയുടെ കൈന്റെ ഉള്ളിലൂടെ ഒരു കമ്പി ഇങ്ങനെ പോയിരിക്കാണ്. അതിങ്ങനെ ഒരു കസേരയായിട്ട് രൂപാന്തരപ്പെടുക. അതിന്റെ മുകളിലെ മൂപ്പര് കയറി ഇരിക്കണേ. ഇതിങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. മൂപ്പര് കസേര പുറത്താ. പക്ഷെ കസേര അതിന് ചുവട്ടിൽ 4 കാലില്ലാന്നേ ഉള്ളൂ. അത് പ്രത്യേകമായി അറേഞ്ച് ചെയ്തിട്ട് അതിന്റെ മുകളിലെ മൂപ്പര് കയറി ഇങ്ങനെ ഏറിലിരുന്നത്. ഇങ്ങനെ അത്ഭുതങ്ങൾ കാട്ടുക എന്നുള്ളത് അള്ളാന്റെ മതം സ്വീകരിച്ചില്ല കേട്ടോ. ഇസ്ലാം മതത്തിൽ അങ്ങനെ നിയമമില്ല. ഒരാൾ അത്ഭുതം കാണിച്ചാൽ അയാളുടെ പിന്നാലെ എല്ലാരും പോയിക്കോന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. മഹാനായ പണ്ഡിതൻ മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മഹാനായ മൂസ ബിൻ അബ്ദുല്ലാ അൽ സ്വദഫി എന്ന പണ്ഡിതൻ, ആ മൂസ ബിൻ അബ്ദുല്ലാ അൽ സ്വദഫി എന്ന പണ്ഡിതൻ ഒരിക്കൽ വന്നിട്ട് ഷാഫി ഇമാമിനോട് ചോദിക്കുകയാണ്, യാ ഷാഫി, ഓ ഷാഫി ഇമാമേ, മഹാനായ നമ്മുടെ ഇമാമായ മറ്റൊരു ഇമാമായ ഇമാം ലൈസ് പറയുന്ന ഒരു വർത്തമാനം ഞാൻ കേട്ടു. എന്താണ് ഇമാം ലൈസ് പറഞ്ഞെന്നറിയുമോ? ഇദാ റഅയ്തുമുർ റജുല യംശി അലൽ മാ, ഒരുത്തൻ ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിലൂടെ പോകുന്നത് കണ്ടാലും ഫലാ തഗ്തറൂ ബിഹി, വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോകുന്ന ആളുടെ കാര്യത്തിൽ നീ വഞ്ചിതനാകരുത്. ഏതുവരെ? ഹത്താ തഅരിദു അംറഹു അലൽ കിതാബി വസ്സുന്ന, അവന്റെ ജീവിതം ഖുർആനിനും സുന്നത്തിനും അനുസരിച്ചാണോ എന്ന് പരിശോധിച്ചിട്ടല്ലാതെ അവന്റെ കാര്യത്തിൽ പെട്ടുപോകരുത്. ഇത് ഇമാം ലൈസ് പറയുന്നത് കേട്ടു. അത് ശരിയാണോ എന്നാണ് മൂസ ബിൻ അബ്ദുല്ലാ അൽ സ്വദഫി എന്ന പണ്ഡിതൻ വന്നിട്ട് ഷാഫി ഇമാമിനോട് ചോദിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഷാഫി ഇമാം പറഞ്ഞ മറുപടി ഖസ്സറൽ ലൈസ് റഹിമഹുല്ലാ. ഷാഫി ഇമാം പറയാണ്, ഇമാം ലൈസ് പറയുന്നത് കുറഞ്ഞു പോയി, അങ്ങനെ പറഞ്ഞാൽ പോരാ. എന്നിട്ട് അദ്ദേഹം അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നു, ആഡ് ചെയ്ത് പറയുന്നു. എന്ത്? ഇദാ റഅയ്തുമുർ റജുല യംശി അലൽ മാഇ വയതീറു ഫിൽ ഹവാ ഫലാ തഗ്തറൂ ബിഹി ഹത്താ തഅരിദു അംറഹു അലൽ കിതാബി വസ്സുന്ന. ഒരു മനുഷ്യൻ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു. ആ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്നയാൾ കുറച്ചങ്ങ് നടന്നിട്ട് വയതീറു ഫിൽ ഹവാ, വായുവിലൂടെ അയാൾ പറന്നു പോകുന്നു. ആ വായുവിലൂടെ പറക്കുന്ന ആളെ കണ്ടാലും ഫലാ തഗ്തറൂ ബിഹി, അവന്റെ കാര്യത്തിൽ നീ വഞ്ചിതനാകരുത്. ഹത്താ തഅരിദു അംറഹു അലൽ കിതാബി വസ്സുന്ന, അവന്റെ ജീവിതം ഖുർആനിനും സുന്നത്തിനും അനുസരിച്ചാണോ എന്ന് പരിശോധിച്ചിട്ടല്ലാതെ. ആലോചിച്ച് നോക്കൂ, എത്ര അത്ഭുതം കാണിച്ചിട്ട് എന്താ ഒരു കാര്യമില്ല. മഹാനായ അബൂ യസീദ് പറഞ്ഞത്, അല്ലദീ യംശി അലൽ മാഇ ലൈസ ബിഅജബ്, ഒരുത്തൻ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുക എന്നത് ഒരു അത്ഭുതം തന്നെയല്ല. ഒരാൾ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോകുന്നത് കണ്ടാലും അതൊരു അത്ഭുതമായി നീ മനസ്സിലാക്കരുത്. കാരണം ലില്ലാഹി ഖൽഖുൻ കതീറുൻ യംശൂന അലൽ മാഇ ലൈസ ലഹും ഇൻദല്ലാഹി ഖീമാ. അല്ലാഹ്ക്ക് അങ്ങനെ എത്ര പടപ്പുകളുണ്ട്, വെള്ളത്തിലും കരയിലുള്ള എത്ര പടപ്പുകളുണ്ട് പഠിച്ചവര്. നിങ്ങൾ കണ്ടല്ലേ തവള, അതിങ്ങനെ വെള്ളത്തിലൂടെ വന്നിട്ട് ഇങ്ങനെ കരയിലോട്ട് കയറി പോണാണ്. കണ്ടല്ലേ ആമ കരയിലൂടെ വന്നിട്ട് നേരെ വെള്ളത്തിലേക്ക് പോണാണ്. അതുകൊണ്ട് ആമ ഔലിയല്ല, അനാരും തെറ്റിദ്ധരിക്കണ്ട. ലില്ലാഹി ഖൽഖുൻ കതീർ, അല്ലാഹ്ക്ക് അങ്ങനെ ഒരുപാട് പടപ്പുകളുണ്ട്. വെള്ളത്തിലൊരു ജീവിക്കും, കരയിലും ജീവിക്കും. അപ്പൊ ആരെങ്കിലും വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കണ കണ്ട് അല്ലെങ്കിൽ അത്ഭുതങ്ങൾ കാട്ടുന്നത് കണ്ടാൽ അക്കാര്യത്തിൽ വഞ്ചിതനാകണ്ട എന്ന് ഇസ്ലാമിക ലോകം പഠിപ്പിക്കുമ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളുകൾ കടന്നു വരുന്നു. എന്നിട്ടോ അവർ വന്നുകൊണ്ട് ഇതാ ഞങ്ങൾക്ക് ദിവ്യശക്തി ഉണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ ദുഷ്ടശക്തി ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ആരെങ്കിലും വാദിച്ചാൽ അവര് ശിക്ഷയുണ്ടാകണം. ഇന്ത്യൻ നിയമത്തിൽ അത് നടപ്പാക്കണം. പിന്നെയോ മാനസിക രോഗികളെ അവർക്ക് പിശാച് ബാധയാണെന്ന് പറഞ്ഞു ശിക്ഷിക്കുകയോ അടിക്കുകയോ ചെയ്യുക. കണ്ടില്ല, അതിപ്പോ ഒരു ഹോബിയായി തീർന്നു. മാനസിക രോഗി അടിക്കുക കുറെ ആളുകള്. അതിന് വർഗ വ്യത്യാസം, ജാതി വ്യത്യാസം, പ്രാസ്ഥാനിക വ്യത്യാസം ഒന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ എല്ലാവരുണ്ട്. ഏതടിയുണ്ട്? സലഫി അടി വേണോ സലഫി അടി റെഡിയാ. പിന്നെ സമസ്ത അടി വേണോ സമസ്ത അടി റെഡി. ഹിന്ദു അടി വേണോ ഹിന്ദു അടി റെഡി. മുസ്ലിം അടി വേണോ മുസ്ലിം അടി റെഡി. എല്ലാം റെഡിയാ. ഊണ് റെഡി എന്നൊക്കെ എഴുതിച്ച പോലെ പാട്ട് റെഡിയാ. ആർക്ക്? മാനസിക രോഗിക്ക്.
എന്ത് കഷ്ടാതാലോചിക്കണി. ഇസ്ലാമിന്റെ നിയമം നിങ്ങൾക്ക് അറിയോ? ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. എന്നിട്ട് മന്ത്രവാദികൾ ഇങ്ങനെ വരുമ്പോണ്ടല്ലോ അടിക്കാനൊക്കെ തെളിവ് പറയുമ്പോട്ടോ ഓതി കൊടുക്കണം. ഹദീസ് പറഞ്ഞു കൊടുക്കണം. എന്താണെന്നറിയോ? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തിച്ചു തന്ന അല്ലാഹുവിന്റെ ദീൻ, അല്ലാഹുവിന്റെ മതത്തിന്റെ നിയമം എന്തെന്നറിയോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ ഇതാ ഒരു പെണ്ണിനെ കൊണ്ടുവരുന്നു. ഇമാം ബൈഹഖി തന്റെ സുനൽ കുബറിൽ ഉദ്ധരിക്കുന്നത് കാണാം. മുർറാല അലിയും ബി മജ്നൂന ബനി ഫുലാനിൻ ഖദ് സനത് വഹിയ തുർജം. അതേ ബനു ഒരു ഗോത്രത്തിൽപ്പെട്ട മജ്നൂനത്തായ അല്ലെങ്കിൽ ഭ്രാന്തായ ഒരു പെണ്ണ്, ആ പെണ്ണ് ഖദ് സനത്, അവൾ വ്യഭിചരിച്ചു പോയി. ഭ്രാന്തിയായ ഒരു പെണ്ണ് വ്യഭിചരിച്ചപ്പോ ഇസ്ലാമിന്റെ കോർട്ടിൽ അവളെ വരുമ്പോ ഇസ്ലാമിക കോടതി അവൾക്ക് ശിക്ഷ വിധിച്ചു. വഹിയ തുർജം. അതേ വിവാഹം കഴിഞ്ഞ സ്ത്രീ പുരുഷൻ വ്യഭിചരിച്ചാൽ അവരെ എറിഞ്ഞുകൊള്ളണമെന്ന നിയമം, ആ നിയമം അങ്ങ് നടപ്പാക്കുകയാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വ്യഭിചരിച്ച ഭ്രാന്തിയെ എറിഞ്ഞുകൊള്ളണമെന്ന നിയമം പാസാക്കുന്നു. അവര് നേരെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇവരെ അറിയുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുന്നു, യാ അമീറൽ മുഅ്മിനീൻ അമർത ബിറജ്മി ഫുലാന, ഓ അമീറുൽ മുഅ്മിനീൻ, താങ്കൾ ഇന്ന ഗോത്രത്തിൽപ്പെട്ട ആ പെണ്ണിനെ എറിഞ്ഞുകൊല്ലാൻ കൽപ്പിച്ചോ? മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നഅം, തീർച്ചയായും ഞാൻ എറിഞ്ഞുകൊല്ലാൻ ഇസ്ലാമിന്റെ നിയമം പാസാക്കാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിച്ചു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുകയാണ്, അമാ തദ്കുറു ഖൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റുഫിഅൽ ഖലമു അൻ സലാസ അനിൻ നായിമി ഹത്താ യസ്തയ്ഖിള വഅനിസ് സബി ഹത്താ യഹ്തലിമ വഅനിൽ മജ്നൂനി ഹത്താ യുഫീഖ. നിങ്ങൾക്കറിഞ്ഞുകൂടെ റസൂലുള്ളാഹിയുടെ ഒരു ഹദീസ്? ആ ഹദീസ് നിങ്ങൾ ഓർക്കുന്നില്ലേ? റുഫിഅൽ ഖലമു അൻ സലാസ, മൂന്നാളുകളെ തൊട്ട് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് തക്ലീഫില്ല, അവർക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ ബാധകമല്ല. ഏതാണ് മൂന്നാളുകൾ? അനിൻ നായിമി, ഉറങ്ങുന്നവൻ, ഹത്താ യസ്തയ്ഖിള, ഉണരുന്നത് വരെ. ഒരാൾ ഉറങ്ങിപ്പോയി എങ്കിൽ ഉണരുന്നത് വരെ അയാൾ കിളവുണ്ട്. വഅനിസ് സബി, ഒരു കുട്ടിക്ക് ഇളവുണ്ട്. ഹത്താ യഹ്തലിമ, പ്രായപൂർത്തിയാകുന്നത് വരെ. മൂന്നാമതായി വഅനിൽ മജ്നൂൻ, മാനസിക രോഗി, ഭ്രാന്തി ബാധിച്ചവൻ അല്ലെങ്കിൽ ഭ്രാന്തി ബാധിച്ചവൾ, ഹത്താ യുഫീഖ്, അവർ സ്വബോധത്തിലേക്ക് മടങ്ങി വരുന്നത് വരെ അവർക്ക് ഇളവുണ്ട്. അത് ഇന്ത്യൻ നിയമവും ഇളവ് കൊടുക്കുകയാണ്. ആർക്ക്? ഒരു മാനസിക രോഗിക്ക്, ഒരു ഭ്രാന്തന് അവന് ശിക്ഷയില്ല. ഇസ്ലാം ഇളവ് കൊടുക്കുകയാണ് അവർക്ക് നമസ്കരിക്കണ്ട. ഭ്രാന്തുള്ള ഒരാൾ നമസ്കരിക്കണ്ട, അള്ളാഹ് ശിക്ഷിക്കൂല. ഭ്രാന്തുള്ള ഒരാൾ നോമ്പ് നോക്കണ്ട, അള്ളാഹ് ശിക്ഷിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇളവ് കൊടുക്കണം. അള്ളാഹ് ഇളവ് കൊടുത്തവനെയാണ് ഈ മന്ത്രവാദി തല്ലുന്നത്. മനസ്സിലാക്കണം. ഭ്രാന്തുള്ളവൻ അള്ളാഹ് കൊടുക്കാമെന്ന് പറഞ്ഞത് സ്വർഗമാണ്. സ്വർഗം ഒരു മാനസിക രോഗിക്ക് അള്ളാഹ് കൊടുക്കാന്ന് പറഞ്ഞ സ്വർഗമാണ്. അവൻ ക്ഷമിച്ചാൽ, ആ കുടുംബം ക്ഷമിച്ചാൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നാ നിങ്ങൾക്കറിയോ, ഈ അടുത്ത കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വളരെ സജീവമായ ഒരു ചർച്ച നടന്നപ്പോ 38 പണ്ഡിതന്മാർ ഒപ്പിട്ട് കൊടുത്ത് ഒരു പ്രമേയം കേരള ജംഇയ്യത്തുൽ ഉലമക്ക്. ആ 38 പേര് ഒപ്പിട്ട് കൊടുത്ത പ്രമേയത്തിൽ ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ചാ പറഞ്ഞത്, അടിക്കാനും ഇടിക്കാനും മാത്രമല്ല, ചങ്കിൽ ചവിട്ടാൻ ബുഖാരിയിൽ തെളിവുണ്ട്. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ചങ്കിൽ ചവിട്ടാരെ, മാനസിക രോഗിയുടെ ചങ്കിൽ ചവിട്ടാൻ ബുഖാരിയിൽ തെളിവുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബുഖാരിയുടെ ഹദീസ് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ചങ്കിൽ ചവിട്ടാൻ, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ സിറാജുദ്ദീൻ മുസ്ലിം സുന്നത്തല്ലേ നടപ്പാക്കിയത്? നമ്മുടെ സിറാജുദ്ദീൻ മുസ്ലിം ചെയ്ത് സുന്നത്തല്ലേ? ബുഖാരിയിലുള്ള ഹദീസ് ആകുമ്പോ സുന്നത്തല്ലേ? സിറാജുദ്ദീൻ മുസ്ലിം ചങ്കില് ചവിട്ട് മാത്രമല്ല, നടുവിനും ചവിട്ടിയിട്ട് ഇപ്പൊ ഡബിൾ സുന്നത്താ. ചങ്കിലും ചവിട്ടി നടുവിനും ചവിട്ടി, അപ്പൊ ഡബിൾ സുന്നത്ത്. കൂലി ഇട്ടണ്ടേ സിറാജുദ്ദീൻ മുസ്ലിർക്ക്? എന്താ മിണ്ടാത്തത്? നിങ്ങൾ എന്താ ചിന്തിക്കുക? വിസ്റ്റം ചിഹ്നം ഇതുവരെ മിണ്ടി കണ്ടോ? നിങ്ങള് കണ്ടോ? മിണ്ടൂല, മിണ്ടാൻ പറ്റൂല. അതിന് പകരം അരി പഞ്ചസാര പാക്കറ്റിലാക്കിയിട്ടുണ്ടെന്ന്. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ, റാഹത്തായി. അപ്പൊ അതുമല്ല, ക്ലോസറ്റും കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ക്ലോസറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് ക്ലോസറ്റും കൊടുക്കുന്നുണ്ട്. അതേ നടക്കുള്ളൂ. ഇനി അരി പഞ്ചസാര പുതിയ കൊടുക്കുക, ക്ലോസറ്റ് ഉണ്ടെങ്കിൽ അതിങ്ങനെ കൊടുക്കുക, അത് പറ്റുള്ളൂ. ആ ഒരു ഗതികേടിൽ എത്തിപ്പെട്ടു. എന്തുകൊണ്ട്? ചങ്കിൽ ചവിട്ടി ചികിത്സിക്കാൻ, മാനസിക രോഗി ചികിത്സിക്കാൻ ഇമാം ബുഖാരി തന്റെ ഹദീസിന്റെ സമാഹാരത്തിൽ തെളിവുദ്ധരിച്ചു എന്ന് ഇമാം ബുഖാരിയുടെ പേരിൽ കളവ് പറഞ്ഞു.
ചങ്കിൽ ചവിട്ടാൻ തെളിവുദ്ധരിച്ചു. ആധുനിക ലോകത്ത്, ഈ വെളിച്ചമുള്ള ലോകത്ത് ഈ ജിന്ന് മന്ത്രവാദികൾ കടന്നു വന്നിട്ട്. അതുകൊണ്ടാ മിണ്ടാൻ പറ്റാത്തത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ പോലും ദുർവ്യാഖ്യാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അടുക്കലേക്ക് സ്വറ ബാധിച്ചു വന്ന പെണ്ണ്, ആ പെണ്ണിനോട് പറഞ്ഞു, ക്ഷമിക്ക് മോളെ, നീ ക്ഷമിക്ക്, ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്, ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ ഒരു പെണ്ണിനോട് പറഞ്ഞു. ആ പെണ്ണിനോട് പറഞ്ഞത് വിശദീകരിച്ചുകൊണ്ട് ഒരു സലഫി പ്രസംഗിക്കുകയാണ്. വാലിന്റെ ചോട്ടില് സലഫിയാണ് ഉള്ളത്. പക്ഷെ മൂപ്പര് പ്രസംഗിച്ചെന്താ? വേറൊരു ഹദീസ് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിലുണ്ട്, അലാ ഉരീകംറാത്തൻ മിൻ അഹ്ലിൽ ജന്ന. ഇബ്നു അബ്ബാസ് പറയാണ് എത്താഗ് എന്ന ആളോട്, സ്വർഗത്തിൽ പോകുന്ന ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തരണോന്ന് ചോദിച്ചു. ഖുൽതു ബലാന്ന്, അതേന്ന്. ആദിൽ മർഅ അസ്സൗദാ, ഈ കറുത്ത സ്ത്രീ, കറുത്ത നിറമുള്ള പെണ്ണ്. അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ തിരുമേന്റെ അടുത്ത് അവർ ചെന്നു. അപ്പോൾ കാലത്ത് എന്നിട്ട് പറഞ്ഞു, ഇന്നി യുസ്റഉ, ഞാൻ എന്ത് അപസ്മാരുണ്ട് എനിക്ക്. അപസ്മാരത്ത് ഉള്ള ആൾക്ക് മസ്റൂ എന്ന് പറയും, ജിന്ന് ബാധിച്ച ആൾക്കൊക്കെ മസ്റൂ എന്ന് പറയും. വൈന്നി അത്തകശഫി, അപസ്മാര രോഗമുണ്ടാകുമ്പോൾ എൻ്റെ ബോധം പോവുകയാണല്ലോ, അതുകൊണ്ട് എൻ്റെ ഔറത്ത് പുറത്തു പോകുന്നുണ്ടെന്നാണ്, ഔറത്ത് പുറത്താവുന്നുണ്ടെന്ന്. അതുകൊണ്ട് അന്ത്യദൂതരെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ സഹിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന്. ഇനി അതല്ല, പ്രാർത്ഥിക്കണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും ചെയ്യാമെന്ന്. ഇങ്ങനെ നമുക്ക് സ്വർഗമുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ നമ്മളും സഹിക്കും, അല്ലേ? സ്വർഗമുണ്ടെന്ന് ഉറപ്പ്, ഈ സ്ത്രീക്ക് സ്വർഗമുണ്ടെന്ന് ഉറപ്പാ. അപ്പൊ ചില ആൾക്കാർ ഈ സഹനത്തിന്റെ പ്രത്യേകത ഇവിടെ വല്ലാതെ കട്ടികൂട്ടി പറയും. ഈ താങ്ങാൻ പറ്റാത്ത വെയിറ്റ് ഈ സാധനത്തിന് കൊണ്ട് വെച്ചു കൊടുക്കും, എന്നിട്ട് സഹിക്കുക എന്നല്ല. അപ്പോഴും മന്ത്രം വേണ്ടാന്ന് വരുത്താനാണ് ഇപ്പൊ. മനസ്സിലായോ? മന്ത്രം വേണ്ട, സഹിക്കാൻ പറഞ്ഞല്ലോ. അതുകൊണ്ടാ പണ്ഡിതന്മാർ പറഞ്ഞ ശരിയാ, സഹിച്ചോളി, സ്വർഗമുണ്ടെന്ന് ഉറപ്പുള്ളവന് സഹിക്കാം, പിന്നെന്താ സഹിച്ചാലും ഒരു സ്വർഗമുണ്ടെന്ന് ഉറപ്പല്ലേ. പക്ഷെ നമ്മളെ ആൾക്കാർക്ക് ഇപ്പൊ ഉണ്ടെന്ന് വല്ല ഉറപ്പുണ്ടോ? നമുക്കൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് നമ്മൾ സഹിക്കണ്ട. നമുക്ക് സ്വർഗമുണ്ടെന്ന് ഉറപ്പാണോ? എങ്കിലും സഹിക്കാം. നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ സഹിക്കണ്ടേ? ആലോചിക്കൂ, എന്ത് ഗതികേടാ നോക്കൂ. ഒരു ഹദീസ് എടുത്തുകൊണ്ട് കോട്ടിമാട്ടുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നബി എന്തേ പഠിപ്പിച്ചത്? ആ പഠിപ്പിച്ചത് കൊണ്ടിട്ട് എന്തേ സഹാബത്ത് മനസ്സിലാക്കിയത്? ആ സഹാബ് എന്തേ പറഞ്ഞത്? അത്താഇബ്നു അബീ റബാഹിനോട് ഇതാ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അലാ ഉരീകംറഅതൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു പെണ്ണ്, സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരിയായ ഒരു പെണ്ണിനെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ? ഹാദിഹിൽ മർഅതു സൗദാ, അതീ കറുത്ത പെണ്ണ. എന്തേ അവർ സ്വർഗ്ഗത്തിലായത്? അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാലത്, ആ പെണ്ണ് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു, എന്നിട്ട് പറഞ്ഞു, ഇന്നി ഉസ്റ, എനിക്ക് അപസ്മാരം ബാധിക്കുന്ന പെണ്ണാണ്. അല്ലേ? നമ്മുടെ ഫർസാനൊക്കെ എന്തായിരുന്നു? അപസ്മാരായിരുന്നു. അപസ്മാരം ബാധിക്കുന്ന പെണ്ണാണ്. വൈന്യാത്ത കശഫ്, അങ്ങനെ വരുമ്പോൾ എന്റെ വസ്ത്രം ഇങ്ങനെ നീങ്ങിപ്പോകാറുണ്ട്. അതുകൊണ്ട് ഫദുല്ലാഹ ലീ, എനിക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്ക്. ആ ഘട്ടത്തിൽ നബി പറഞ്ഞു, നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമാണ്. അത് പറഞ്ഞത് ആരാ? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അങ്ങോട്ട് കട്ടികൂട്ടി പെരുപ്പിച്ച് പറയാണ്. അത് ഖുർആനാ പറഞ്ഞു, കട്ടികൂട്ടി പെരുപ്പിച്ച്. നീ ക്ഷമിക്ക്, സ്വർഗമുണ്ട്. ഇനി അതല്ല, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. എന്തു വേണം? അവര് പറഞ്ഞു, അസ്ബിറു യാ റസൂലല്ലാഹ്, നബിയെ സ്വർഗം കിട്ടോ? എങ്കിൽ ഞാൻ ക്ഷമിച്ചോളാം. സ്വർഗം കിട്ടോ? ഞാൻ ക്ഷമിച്ചോളാം. ഇത് ലോകത്തിന് മാതൃകയായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. അല്ല, സ്വർഗോറപ്പുള്ളവരൊക്കെ ക്ഷമിച്ചോളൂ, സ്വർഗോറപ്പില്ലാത്തവരൊന്നും ക്ഷമിക്കണ്ടെന്നല്ല. സ്വർഗം വേണ്ടവൻ ക്ഷമിച്ചോളൂ എന്നാ. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പഠിപ്പിച്ചത്. ഓ മനുഷ്യരെ, വലനബിലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നിങ്ങളെ ബാധിക്കും, വേദന തരും, ഭയം തരും.
അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരെ മരിപ്പിച്ചു കളയും, കായികനികളിൽ കുറവ് വരുത്തും, സാമ്പത്തികമായ മാന്യം നൽകും. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ ക്ഷമിക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് നബി അറിയിച്ചേക്ക്. സ്വർഗമുള്ളവരൊക്കെ ക്ഷമിച്ചോളൂ എന്നല്ല പറയുന്നത്. സ്വർഗമുറപ്പാകെ ആളുകളൊക്കെ ക്ഷമിച്ചോളൂ, അല്ലാത്തവർ ക്ഷമിക്കണ്ടെന്നല്ല. നേരെ മറിച്ച് ക്ഷമിക്കുന്നവർക്ക് സ്വർഗമുണ്ട്. ആരാണ് ക്ഷമാലുക്കൾ? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മുസീബത്തുകൾ അവരെ ബാധിച്ചാൽ, പ്രയാസങ്ങൾ അവരെ ബാധിച്ചാൽ, ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അവനിലേക്ക് മടങ്ങാനുള്ളവരുമാണ്. ഇതാണ് ക്ഷമിക്കുന്ന ആളുകളുടെ സ്വഭാവം. അവർക്ക് തൗഹീദുണ്ട്, അവർക്ക് സുന്നത്തുണ്ട്, അവർക്ക് ഉറപ്പായ വിശ്വാസമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കുന്നവരാണവർ. എന്നാ ഖുർആൻ നേരെ തിരിച്ചും പറഞ്ഞു, വേറെ ചില ആളുകളുണ്ട്. അവരുടെ പ്രത്യേകത എന്താ? വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, വക്കത്തിരുന്നിട്ട് അള്ളാഹിനെ ആരാധിക്കുന്ന ആൾക്കാർ. അവരിങ്ങനെ ഉള്ളിലേക്ക് കയറൂല. നിസ്കരിക്കും, നോമ്പ് നോക്കും, സക്കാത്ത് കൊടുക്കും, നിസ്കാരത്തനമുണ്ട്, അല്ലല്ലുണ്ട്, പക്ഷെ വക്കത്താണ് അവര്, അകത്തോട് വരൂല. വക്കത്തിരുന്ന് അല്ലാഹുവിനെ ആരാധിക്കുന്നവർ അവർക്ക് എന്തെങ്കിലും ഒരു ഖൈർ കിട്ടിയാൽ, നന്മ കിട്ടിയാൽ അവർ സമാധാനിക്കുകയായി. ഒരു ജീവിതത്തിൽ പ്രയാസം ഉണ്ടായാലോ ഇൻഖലബ അലാ വജ്ഹിഹി, അവർ തിരിഞ്ഞു പോകും. ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയൊരു ജനവിഭാഗമാണവർ. ദുനിയാവും അവർക്ക് നഷ്ടപ്പെട്ടു പോയി, ആഖിറവും അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവരാണവര്. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതത്ര വമ്പൻ പരാജയം, വലിയ പരാജയം. ദുനിയാവുമില്ല, ആഖിറവുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവർ മാറിപ്പോകും. ഇവിടെയാണ് ചില ആളുകൾ മന്ത്രവാദ ചികിത്സക്ക് അടിക്കാനും ഇടിക്കാനും ചവിട്ടിത്തെളിക്കാനും ഒക്കെ തെളിവുദ്ധരിച്ചിട്ട് കടന്നു വന്നിട്ട് പറയുകയാണെന്ത്, ഇവർ ക്ഷമിക്കാൻ പെരുപ്പിച്ചു പറയണത്. നിങ്ങൾ ക്ഷമിക്കണ്ട, ഏതെങ്കിലും മന്ത്രവാദിക്ക് പോയിട്ട് ഊത് എന്നാ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആ ക്ലിനിക്കിലേക്ക് നിങ്ങൾ ചെല്ല്, ഇന്നടുത്തൊരു ക്ലിനിക്കുണ്ട്, അങ്ങോട്ട് പോ എന്നാണോ പറയേണ്ടത്? അതാണല്ലോ ഇവർ അന്വേഷിച്ചത്, ഇതാണല്ലോ ചോദിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? ഇവിടെ ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യം എന്തായിരുന്നു? മറക്കരുത്. നമ്മള് എന്താ ചോദിച്ചത്? ഞാന് ഇഫ്ലുർ റഹ്മാന്റെ അടുത്ത് അയച്ചു എന്ന് പറയുമ്പോൾ ആളുകളെ വിചാരം ഏതോ മന്ത്രവാദിന്റെ അടുത്ത് അയച്ചു എന്നാ. ഇഫ്ലുർ റഹ്മാൻ KNMന്റെ ഒരു പ്രവർത്തകനായിരുന്നു. അദ്ദേഹം മടവൂരികൾക്കെതിരിലും സുബൈർ മംഗളയുടെ സംഘടന പാടില്ല എന്ന് പറഞ്ഞ ആളുകൾക്കെതിരെ നെറ്റിൽ ലേഖനം എഴുതിയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ അറിയുന്നത്. ഇങ്ങനെ ഒരാൾ ലേഖനം എഴുതുന്നുണ്ട്, ഇവർക്കെതിരിൽ ഉത്തരം മുട്ടിപ്പോകുന്നുണ്ട് എതിരാളികൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ലേഖനമൊക്കെ, ഞാൻ നെറ്റ് നോക്കുന്ന ആളല്ല, ചില ആളുകൾ പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് തന്നെ. അദ്ദേഹം തൗഹീദുള്ള ആളാണ്, ശിർക്കിലേക്ക് പോയിട്ടില്ല, അദ്ദേഹത്തിനടുത്ത് ഖുറാഫാത്തുകളൊന്നുമില്ല, അദ്ദേഹം റുഖിയ ഒരു കച്ചവടമാക്കിയ ആളല്ല. മൊത്തത്തിൽ ഖുർആൻ ചികിത്സ എന്ന പേരിൽ സൗദി അറേബ്യയിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ പണ്ഡിതന്മാരൊക്കെ നടത്തുന്ന ചികിത്സ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത് എന്നാണ് മൊത്തത്തിൽ എനിക്ക് അതിനെക്കുറിച്ചുള്ള അറിവ്. അതനുസരിച്ച് ഞാൻ പറഞ്ഞത്, അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ. എന്താ പറഞ്ഞത്, അയാൾ എങ്ങനെ ചികിത്സിക്കണമെന്ന് അറിയില്ല, അങ്ങനെ അറിയാത്ത ഒരാളെടുത്ത് അയക്കാൻ പാടുണ്ടോ എന്നാ ചോദിക്കുന്നത്. ചികിത്സയുടെ വിശദാംശം എനിക്കറിയില്ലെങ്കിലും ഖുർആൻ കൊണ്ടുള്ള ചികിത്സയാണ്, സലഫി പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന ചികിത്സയാണ്. വിശദാംശങ്ങളിൽ സലഫി പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്നത് ശരിയാണ്. ഞാൻ ആ വിഷയം പഠിക്കാത്ത ആളാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോനെ, എനിക്കതിൻ്റെ ചികിത്സ എന്ന് അറിഞ്ഞൂടാ, സൗദി അറേബ്യയിലും മറ്റൊക്കെ ചികിത്സ ഉണ്ട്, നമ്മളവിടെ ഒരു ചികിത്സന്റെ ഖുറാഫാത്താണെന്നാ പറയുന്നത്. ഇങ്ങനെ ഒരാളുണ്ട്, നമ്മളെ KNMന്റെ ആൾ തന്നെയാണ്, അയാളുമായിട്ട് നമ്മളെ പണ്ഡിതന്മാർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ കാര്യം ഞാൻ AP-യോട് പറഞ്ഞു. എന്നിട്ട് AP-യോട് ഞാൻ ചോദിച്ചു, അല്ല സർ, ഇങ്ങനെയുള്ളൊരു കുട്ടിയെ നൂലും മന്ത്രവും വലിച്ചെറിഞ്ഞ് തൗഹീദിലേക്ക് വന്നൊരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായാൽ നമ്മൾ എന്തു ചെയ്യണം? ഈ കുട്ടിയെ ഞാൻ എവിടെ കയക്കും? നമ്പൂരിന്റെ അടുത്തേക്കും പണിക്കരത്തേക്കും അയക്കാൻ പറ്റുമോ? തങ്ങളെടുത്തേക്കും മുസ്ലിയാരത്തേക്കും അയക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞു തരുമോ എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ AP വരാണ്. അപ്പൊ ഇതിന്റെ ഒരാൾ തന്നെയാണില്ലേ, ഇത് ചികിത്സിക്കുന്നുണ്ടില്ലേ, അപ്പൊ എന്നെ പറ്റി കേട്ട് ശരി തന്നെയാണില്ലേ, ഇത് കാസറ്റ് ഇട്ട് കൊടുക്കണ്ടില്ലേ? അതാണോ മറുപടി? എവിടേക്ക് അയക്കുമെന്ന് പറഞ്ഞേരുന്നു TP-യോട് ഞാൻ ചോദിച്ചു, ഇന്ന് വരെ അതിന് മറുപടി കിട്ടിയിട്ടില്ല. എന്നിട്ട് അത് വലിയ ഇഷ്യൂ ആക്കിയിട്ട് കൊണ്ടുനടക്കാൻ ഇഫ്ലുർ റഹ്മാന്റെ അടുത്ത് അയച്ചു. കണ്ടോ, മറുപടി കിട്ടിയിട്ടില്ല. ഇപ്പൊ കിട്ടിയോ? അല്ല, ഇപ്പൊ കിട്ടിയോ മറുപടി? കൊല്ലൊന്നായില്ലേ, മറുപടി കിട്ടിയോ? ഇപ്പൊ എവിടെ അയക്കാൻ? അതാ പറഞ്ഞത്, ഇപ്പൊ എവിടെ അയക്കണമെന്നറിയാതെ
ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ അവസാനം എന്താ, ഞാൻ നേരത്തെ തമാശ പറഞ്ഞല്ല, ഞാൻ ആക്ഷേപിച്ചതുമല്ല. ചില ആളുകൾ പറയും ഇവന് ഇയാൾ പണ്ടേ ആക്ഷേപിക്കുന്ന ആളാണ്. ഞാൻ ആക്ഷേപിക്കല്. ഇപ്പോ റിഫായിമാല ചൊല്ലിയതുപോലെ റിഫായിമാല ചൊല്ലിക്കൊടുത്താൽ മതി. ഇവർ പറയും റിഫായ് സീൻ നമ്മളെ ആക്ഷേപിച്ചു. ഞാൻ ഉള്ളത് പാടിയാൽ മതി, എൻ്റെ ഉള്ളത് തന്നെ റിഫായ് സീനെ ആക്ഷേപിക്കുന്ന പാട്ടാണ്. അപ്പൊ ഇപ്പൊ ഉള്ളത് പറഞ്ഞാൽ ഇപ്പൊ അവരെ ആക്ഷേപിക്കാന്ന് പറയും അല്ലേ? എന്തേ ഇവര് മിണ്ടാതെ പോകുന്നത്? എന്തേ ഇവര് മാളത്തിൽ പോകുന്നത്? മന്ത്രവാദികളെ പ്രൊമോട്ട് ചെയ്തവരാണിവർ, മന്ത്രവാദത്തെ പ്രൊമോട്ട് ചെയ്തവരാണിവർ. എവിടേക്ക് അയക്കും? എവിടേക്ക് അയക്കുക? എവിടേക്ക് അയച്ചത്? എവിടേക്ക് അയക്കേണ്ടത്? മനസ്സിലാക്കണം എങ്ങോട്ട് അയക്കേണ്ടത്. ഇപ്പൊ ഫർസാനയുമായി ബന്ധപ്പെട്ട് കേട്ട വർത്തമാനങ്ങൾ പൂർണ്ണമായി ശരിയാണെങ്കിൽ അത് പരിപൂർണമായി അപകടകരമാണ്. അന്വേഷിച്ചോളൂ അതിനെ പറ്റിയിട്ട്. ഞാൻ വിശദമായി പറയുന്നില്ലേ. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്തരം ചിന്താഗതികൾ മനസ്സിലേക്ക് കടത്തിവിടാണ്, കേട്ടുവിടുകയാണ്. എന്നിട്ടോ ആളുകളെ മാനസിക ചികിത്സക്ക് എന്ന പേരിൽ പല ആളുകൾക്കിലേക്കും കൊണ്ടുപോവുകയാണ്. എന്നിട്ടോ പല നിരക്കുള്ള ജിന്നറക്കലുകൾ നടത്തുകയാണ്. ഇവർക്ക് എവിടുന്നാണ് തെളിവ്? എവിടുന്നാണ് ഇവർക്ക് അതിനുള്ള പ്രമാണം? صمت عليك بالذي خلق السماوات والارض والجبال والبحار صمت عليك بالقول المتين صمت عليك بالقول المتين صمت عليك بالجبار المتكبر صمت عليك بالذي قال لشيء كن فيكون صمت عليك بالذي قال لشيء كن فيكون. اصمت اصمت. اخ هو اللي كلمني يلقي السلام علي خلاص. بحق من انزل التوراة على موسى اخرج طاعة الله كل شيء قدير ان الله على كل شيء قدير. وانت مالك؟ انت مالكش دعوة. എവിടുന്നാണ് ഇവർക്ക് ഇതിനൊക്കെ തെളിവ്? ഇങ്ങനെ പെണ്ണിനെ പിടിക്കാൻ, സ്ത്രീകളെ പിടിക്കാൻ അവർ പറയാണ് ഓപ്പറേഷൻ ചെയ്യണില്ല, ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യണില്ല. ഇവര് ഡോക്ടറാ ആണോ? മാത്രല്ല ഗ്ലൗസ് ഇട്ട് പോവാൻ, താടി വെച്ചിട്ടേ ഗ്ലൗസ് ഇട്ട് പോവാൻ. എങ്ങോട്ടാണ്? ഒരു ഓതലുണ്ട്. എന്നെപ്പോഴും 1ാം ക്ലാസ്സിലേക്ക് മദ്രസയില് ഓതലുണ്ട്. ഇവന് ഊതാൻ പോവാണ്. അതിനെ ഓതൽ തോറട് ഊതാൻ പോവാണ്. ഊതാൻ പോകുമ്പോ കയ്യിൽ ഗ്ലൗസ്. എന്തിനെ? സ്ത്രീകളെ ഓതുമ്പോ ഇളകുമ്പോ പിടിക്കാനാണ്. എടാ, ഗ്ലൗസ് ഇട്ട് സ്ത്രീയെ പിടിക്കാന്നുള്ള ഹുക്കും എവിടുന്നാ കിട്ടിയത്? നമ്മൾ ഇത്രയും കാലം ചോദിച്ചു, മിണ്ടുന്നില്ല. ഇവര് ഈ മറ്റേ സർജിക്കൽ ഗ്ലൗസ് ഉണ്ടല്ലോ, അതാ ഇട്ട് പോണത്. അല്ലാതെ മറ്റേ ക്രിക്കറ്റ് കീപ്പർ ഇടുന്ന ഗ്ലൗസ് അല്ല. അത് ശരി, കട്ടിങ്ങനൊക്കെ ഉണ്ട്. ഇതെന്ന് വെച്ചാല് നമ്മുടെ സർജിക്കൽ ഗ്ലൗസ് ഇല്ലേ, അതിട്ടിട്ടാണ് ഇവര് പോണ്. എന്നിട്ട് എന്താ പറയണത് അറിയോ? സ്ത്രീ കിളകുമ്പോ ഒരു പിടിച്ചു നിർത്താനാണെന്നാ. ഗ്ലൗസ് ഇട്ട് പെണ്ണിനെ പിടിക്കാമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ബസ്സിലേക്ക് അരമ്പ് രൂപയ്ക്ക് ഓരോ ഗ്ലൗസ് ഇട്ട് കൊടുത്താൽ പോരെ? മനസ്സിലാക്കണം, ഇതെന്ത് നിയമമാണ്? എവിടുന്ന നിങ്ങൾ പഠിച്ച്? എവിടുന്ന ഇത് പഠിച്ചത്? ആരാ നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചത്? മാത്രമല്ല, കെട്ടിട്ട് ചികിത്സ വരെ ഇവർ മന്ത്രവാദികളെല്ലാം അങ്ങനെ പറയാൻ കഴിയാ. കെട്ടിട്ട് വരെ ഇവർ ചികിത്സിച്ചു. ഇവിടെ ആളുകളെ സലഫി മന്ത്രവാദം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. എന്നിട്ട് ചികിത്സ എങ്ങനെ അവർ തന്നെ വ്യക്തമാക്കിയത്, വേറൊരാൾ പറഞ്ഞല്ല. രോഗിക്ക് കെട്ടിട്ട് കൊടുക്കുക വെച്ചാല് ഇവിടുന്ന് എഴുതിയേക്കുന്ന ആൾ പിന്നെ വേച്ച് പോണതും അങ്ങനെ പല അസ്വസ്ഥത കാണിക്കുന്നത്. ചില ആൾക്കൊന്നും ഉണ്ടാവില്ല, ചിലർ അസ്വസ്ഥത കാണിക്കുന്ന കാണാറുണ്ട്. അപ്പം ഞാൻ സാധാരണ ചെയ്യുന്ന വെച്ചാൽ 2 രീതികൾ അഡോപ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. ഈ ആളുകൾ വരുമ്പോഴേ തന്നെ ഇതിങ്ങനെ ഓരോ കെട്ടിടും. ഈ കെട്ടിടുന്ന വെറും ഭൗതികമായ കെട്ടാണ്. ആ ഭൗതിക കെട്ട, മറ്റേത് മറ്റേ അഭൗതിക കെട്ടാണല്ലോ മറ്റൊരു. ഇത് ഭൗതിക കെട്ടാണ്. പിന്നെ ഈ മന്ത്രവാദിലിടുന്ന കെട്ടുണ്ടല്ലോ, അതേത്? അഭൗതിക. കെട്ടുകളിൽ ഊതുന്നവരുടെ ശർറിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം തേടുന്നു എന്ന് പറയുമ്പോ ആ ജ്യോത്സ്യന്മാരിട്ട കെട്ടേതാ? അഭൗതിക കെട്ടോ. ഇവർക്ക് അങ്ങനെ ചിലപ്പോൾ ആൾ പറയും അത് ഭൗതികം അഭൗതികം എന്നും മൗലവിക്കും മനസ്സിലാകാത്തത് കൊണ്ടാണ് ഞങ്ങളിട്ട കെട്ട് അഭൗതികമായ കെട്ടല്ല, ഭൗതികമായ കെട്ടാണ്. മന്ത്രവാദികളിട്ട് അഭൗതികമാണ് എന്ന് പറഞ്ഞിട്ട് നാളെ ഭൗതിക എന്ന് പറഞ്ഞിട്ട് പൗസൽ മുസ്ലിയാരോ അല്ലെങ്കിൽ പൗസൽ മുസ്ലിയാരോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ രംഗത്ത് വരും. കാരണം എന്തെങ്കിലും ഒന്ന് കേട്ടാൽ മതി. സാധുക്കൾക്ക് വേറൊന്നും വേണ്ട. അസിലുണ്ടോ ഫസിലുണ്ടോ കവായതുണ്ടോ ഇതൊന്നും വേണ്ട. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഈ കെട്ട് അഭൗതികല്ല, ഭൗതികമായ കെട്ടാണ്. വെറും ഒരു ഭൗതിക കെട്ട ഇട്ടത്. മന്ത്രിച്ചോ ഊത്തിയോ കെട്ടല്ല. പക്ഷെ കെട്ടുകൊണ്ടുള്ള എഫക്റ്റ് ഞാൻ മനസ്സിലാക്കിയിട്ട് എന്താ വെച്ചാല്, പലപ്പോഴും പോകാന്ന് പറയുമ്പോ എന്നാ പോവും എന്ന് പറയുമ്പോ കെട്ടിട്ട് നിങ്ങൾ പോകാൻ പറഞ്ഞ അഴിച്ചുവിടെന്ന് പറയുന്നത്. അങ്ങനെ അഴിച്ചാൽ മാത്രമേ അവർക്ക് പോകാൻ സാധിക്കാറുള്ളൂ. അപ്പൊ ഈ കെട്ടിട്ട് കഴിഞ്ഞാല് കെട്ടഴിക്കാതെ ശൈത്താന് പോകാൻ കഴിയില്ല എന്നുള്ളത്. അതന്നെ മന്ത്രവാദിയുടെ കെട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ കെട്ടിനാണ് മന്ത്രവാദി കെട്ട് എന്ന് പറയുന്നത്. ആ കെട്ട് നിങ്ങളെ കൊണ്ട് ഇടിച്ചത് ശൈത്താനായിരുന്നു, പിശാചായിരുന്നു. ആ പിശാജ് നിങ്ങളുടെ കൽബിന് കെട്ടിട്ടു. എന്നിട്ട് നിങ്ങൾ മറ്റേ മാനസികരുടെ കൈക്ക് കെട്ടിട്ടു. അതാ വ്യത്യാസം. മനസ്സിലായോ? ശൈത്താമ നിങ്ങളുടെ കൽബിന് കെട്ടിട്ടു, നിങ്ങൾ പോയിട്ട് മാനസികരുടെ കൈക്കും കാലിനും കെട്ടിട്ടു. ഇത് നൂല് കെട്ടി കഥയാ പറയണേ അല്ലേ? നൂലുണ്ടല്ലോ, ഇവര് കെട്ടണ നൂല് എന്ന് വെച്ചാൽ ബ്രാഹ്മണന്മാര് കെട്ടണ നൂലാണ്, വെള്ള നൂല്. അതാ ഇദ്ദേഹത്തിന്റെ കയ്യിൽ കണ്ട നൂല്.
ബ്രാഹ്മണന്മാർ കിട്ടുന്ന നൂലുണ്ടല്ലോ, അതിന് 2 തരണ്ട്. ഒന്ന്, ഉന്നത കുലജാതരായ ആളുകൾ കിട്ടുന്ന നൂല് വെള്ള കഴുത്തിലാകട്ടുണ്ട്, അതാണ് ബ്രാഹ്മണ നൂല്. അധസ്ഥിത വിഭാഗങ്ങളായ ആളുകൾ കെട്ടണം, അത് വെള്ളയല്ല, ബ്ലാക്കാണ്, കറുത്ത നൂലാണ്, അരയിൽ കെട്ടണം. അതാണ് നമ്മൾ 16-നും 14-ഒക്കെ അവിടെ മക്കൾക്ക് കെട്ടി കൊടുത്തത്, മനസ്സിലാക്കണം. താഴ്ന്ന ജാതിക്കാരൻ, അതുപോലെ തന്നെ താഴ്ന്ന ജനവിഭാഗത്തിലുള്ള ആളുകൾ അവര് അരയിൽ കറുത്ത നൂല് കെട്ടുമ്പോ ഉയർന്ന ജാതിക്കാരൻ അവൻ കഴുത്തില് എന്തെടുക്കും? വെള്ളനൂല് കെട്ടും. ഈ കെട്ടുന്ന നൂല്, ആ വെള്ളനൂല് കൊണ്ടുവന്നിട്ടാണ് ഇയാൾ അല്ലെങ്കിൽ ഇവരെ പോലുള്ള മന്ത്രവാദികൾ കയ്യിൽ കെട്ടിട്ടത്, രോഗിയുടെ കാലിൽ കെട്ടിട്ടത്. എന്നിട്ട് ഇവര് പറയാ പോ എന്ന്, പോ എന്നോട് പറയാ. അവർ കെട്ടിട്ടിട്ട് എങ്ങോട്ട് പോയെന്ന്? സാധു കെട്ട് മുറുക്കിയിട്ട് അത് പറഞ്ഞായിരിക്കുള്ളൂ. എന്ത് കെട്ടിട്ടിട്ട് എങ്ങോട്ട് പോകാൻ? മൂപ്പര് വിചാരിക്കുക അതൊക്കെ ജിന്ന് വർത്താനം പറയാണ്, ഇതാ ജിന്ന് വർത്തമാനം പറയുകയാണെന്നാണ്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ആയിക്കോട്ടെ, ഈ രൂപത്തിൽ വളരെ ശക്തമായ മന്ത്രവാദ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു. എന്നിട്ട് അതിനൊക്കെ അള്ളാന്റെ ആയത്ത് കൊണ്ടുവരിക, പടച്ചിറപ്പിന്റെ ആയത്ത് കൊണ്ടുവരിക, അള്ളാഹുവിന്റെ കലാമ് കൊണ്ടുവന്ന് ദുർവ്യാഖ്യാനിക്കുക. അങ്ങനെ മതത്തിന്റെ മറവിൽ മന്ത്രവാദികൾ സമൂഹത്തിന് ഇടം പിടിക്കാൻ. ഇപ്പൊ വെള്ളിയാഴ്ച നിങ്ങൾ TV ചാനൽ പലയിടത്തും കാണാം, ഒരു മുയിലേര് വരിക, തട്ടിട്ട് വരിക, അയാൾ ഉണ്ടാക്കിയ ഫിത്തിര. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വെള്ളിയാഴ്ച വന്നിട്ട് തട്ടിട്ടിരിക്കുന്ന ഒരു മുസ്ലിം ഉണ്ടല്ലോ, അയാൾ ഉണ്ടാക്കിയ ഫിത്തിന എത്രയെന്നറിയോ? കുഴപ്പം എത്രയെന്നറിയോ? ഒരിക്കൽ നിച്ച് ഓഫ് ട്രൂത്തിന്റെ ദഅവത്തിന്റെ ഭാഗമായിട്ട് മുസ്ലിം സഹോദരങ്ങളെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഈ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ സംബന്ധിച്ച് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ കുറെ നേരം കേട്ടിരുന്നിട്ട് പറഞ്ഞു, എന്നോട് നിങ്ങൾ ഇതൊന്നും പറയണ്ട, അങ്ങോട്ട് പറയണൊക്കെ പഠിച്ച ആളാ ഞാൻ നന്നായി വായിച്ച് പഠിച്ച്. എൻ്റെ ഈ ഖുർആൻ പരിഭാഷ ഉണ്ട് എന്ന് പറഞ്ഞാൽ മൂപ്പരകത്ത് പോയി 2 CNN ഖുർആൻ പരിഭാഷയൊക്കെ എടുത്തുകൊണ്ട് കാണിച്ചു കണ്ടോ, ഖുർആൻ പരിഭാഷയൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. അങ്ങനെ പിന്നെ മൂപ്പർ ഇങ്ങോട്ട് പറയില്ല, ഞങ്ങൾ കേൾക്കലുമായി. അങ്ങനെ പറഞ്ഞു മൂപ്പർ ഇങ്ങോട്ട് പൊന്തിയിട്ട് അവസാനം പറഞ്ഞു, നിങ്ങൾക്കറിയോ നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ മുഹമ്മദിയുടെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മുടെ കയ്യിൽ എവിടുന്ന ഫോട്ടോ? ഞങ്ങൾ പറഞ്ഞു മുഹമ്മദിയുടെ ഫോട്ടോ ലോകത്ത് കിട്ടാത്ത സാധനമാണ്, അങ്ങനൊന്നില്ല. അയാൾ പറഞ്ഞു എൻ്റെ കയ്യിലുണ്ട്. എന്ത്? മുഹമ്മദ് നബിയുടെ ഫോട്ടോ ഉണ്ട് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഉണ്ടെങ്കിൽ എന്ന് കാണല്ലോ എന്ന് വിചാരിച്ചിട്ടാകില്ല എടുക്കുന്ന പറഞ്ഞപ്പോൾ മൂപ്പര് പോയിട്ട് എടുത്തിട്ട് വരിക. എന്തറിയോ, പഴയ ഈ ഒരു പൈങ്കിളി ഭാഷയുണ്ട് മലയാള മനോരമ, അതിലൊരു ഫീച്ചർ ഉണ്ടായിരുന്നു, മണലാരുണ്യത്തിലെ പ്രവാചകൻ, ഒരു പരമ്പരയായിരുന്നു. അത് ഈ മുയിലാർ എഴുതിയതാ. ഇയാളിങ്ങനെ തട്ടമിട്ടിരിക്കുന്നുണ്ട്, എന്നിട്ട് അതിലിപ്പുറത്തുണ്ട് മണലാരുണ്യത്തിലെ പ്രവാചകൻ. അപ്പൊ ഇയാൾ വിചാരിച്ചു ഇയാളാണ് ഈ പ്രവാചകൻ. ഏത്? ഈ തട്ടയിട്ടിരിക്കുന്ന മുയിലാരാണ് ഈ മണലാരുണ്യത്തിലെ പ്രവാചകൻ. ഈ സാധു എടുത്തോണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് മുഹമ്മദ് നബിയുടെ ഫോട്ടോ. ഈ പൈങ്കിളി മാസികൾ മുസ്ലിം സഹോദരികൾ വായിക്കുവാനും അവർക്കിടയിൽ പ്രചരിപ്പിക്കുവാനും വേണ്ടിയിട്ട് ഇയാളെ കൊണ്ട് ലേഖനം എഴുതിച്ചപ്പോ അയാൾ പോയി ലേഖനം എഴുതി. കരുണാകര ഗുരുവിനെ സംബന്ധിച്ച് ഒരു സിനിമ ഇറങ്ങി, ഗുരു എന്ന പേര് എന്നാണ് എന്റെ ഓർമ്മ. ആ സിനിമയുടെ പേര് ഗുരു എന്നോ മറ്റോ ആണ്. ചന്ദ്രനുണ്ടായിരുന്ന കരുണാകര ഗുരു പിന്നെ അവിടുന്ന് പോയിട്ട് വേറൊരു ആശ്രമം സ്ഥാപിച്ചിട്ട് കരുണാകര ഗുരുവിന്റെ പേരിൽ ഗുരു എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങി. അതിന്റെ സിനിമയുടെ സംവിധായകനും പ്രൊഡ്യൂസറും ഒക്കെ കൂടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ വരൂ, കമോൺ, ഒരു സിനിമ നമുക്ക് കാണാം. മുയിലാര് നേരെ പോയി സിനിമ കണ്ട് അഭിപ്രായം പറഞ്ഞു, വളരെ ഗുഡ് സിനിമയാകുന്നു ഇത്, എല്ലാവരും കാണണം. ഗുരു സിനിമയുടെ പരസ്യത്തിൽ നോക്കിയപ്പോ ഇയാൾ ഈ സാധു വെള്ളിയാഴ്ച മുഴുവൻ കയറി ചാനൽ ഇരുന്നിട്ട് ഇങ്ങനെ വിളമ്പന്നെ, അയാൾക്ക് ആ രോഗമുണ്ട്, ഇയാൾക്ക് ഈ രോഗമുണ്ട്, മറ്റേയാൾക്ക് ആ രോഗമുണ്ട്, അയാൾക്ക് തലവേദനയാണ്, ഇയാൾക്ക് വയറുവേദനയാണ്, അയാൾക്ക് വയറ്റിൽ മുഴയാണ്, മറ്റേയാൾക്ക് കഴുത്തിൽ മുഴയാണ് എന്ന് കേൾക്കുമ്പോ പണ്ടുണ്ടായിരുന്നു എന്ത്, ഹോമിയോ ചികിത്സ പോസ്റ്റിലൂടെ പഠിക്കാം. നമ്മൾ അഡ്രസ് അയച്ചു കൊടുത്തൊരു ഫീസ് കൊടുത്താൽ ഒരു ബുക്ക് കിട്ടും. തലവേദനക്ക്, അതുപോലെ തന്നെ പിന്നെ കാൽമുട്ട് വേദനക്ക്, കഴുത്തുവേദനക്ക്, പനിക്ക്, ജലദോഷത്തിന് എന്നൊക്കെ പറഞ്ഞ് ഓരോ മരുന്ന് കുറിപ്പടി എഴുതിയതുപോലെ ഇയാളിങ്ങനെ ഓരോന്നിനും കുറിപ്പടി എഴുതി കൊടുക്കുക. അവസാനം കുറിപ്പടി പോയി എത്രത്തോളം പോയി? ഒരു ചോദ്യം എന്തായിരുന്നു കേട്ടോ? എന്റെ ഭർത്താവ് മൂലക്കുരു എന്ന രോഗം കൊണ്ട് കഷ്ടപ്പെടുകയാണ്. ഇതിന് ഖുർആനിൽ എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? ഖുർആനിൽ ആലോചിച്ച് നോക്കൂ, ഖുർആനിൽ വല്ല പ്രതിവിധിയുണ്ടോ? ആദ്യം ഇങ്ങനെ ഇരിക്കാൻ ഖുർആനിൽ വല്ല തെളിവുമുണ്ടോ? വല്ല തെളിവുണ്ടോ? അല്ല, ഇങ്ങനെ ഇരുന്നിട്ട് ചട്ടം കെട്ടിയിരുന്ന് വർത്താനം പറയാനേ ഖുർആനിൽ വല്ല തെളിവുമുണ്ടോ? ഇസ്ലാം ഇതിനെ പറ്റി പഠിപ്പിക്കണേ, ഇസ്ലാമിന് സേവനം ചെയ്യണം, ഖിദ്മത്ത് ചെയ്യണം ഈ സാധുക്കള്. ഇനി എന്താ ഉണ്ടോ പരിശോധിക്കാം. സുബഹി നമസ്കാരത്തിന്റെ സുന്നത്തിൽ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം നശ്റഹ് എന്ന സൂറത്തും ഖുൽ യാ അയ്യുഹൽ കാഫിറൂന എന്ന സൂറത്തും ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫയും
ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും ഓതുക. ഇൻഷാ അല്ലാഹ് ഇത് തുടരുക. പൈൽസ് മൂലക്കുരു അപ്രത്യക്ഷമാകും. ഓപ്പറേഷൻ പോലും വേണ്ടി വരുന്ന രോഗികൾക്ക് ഇല്ലാതെ സുഖപ്പെടാൻ ഇത് ധാരാളം മതിയാകും. ഓപ്പറേഷൻ പോലും വേണ്ട, ചാന്ദിനി ക്ലിനിക്കാണ്, മനസ്സിലാക്കണം. ഓപ്പറേഷന്റെ പോലും ആവശ്യമില്ല. തസൂലു അൻഹുൽ ബവാസിർ, മുഴുവൻ പൈൽസും മാറിപ്പോകും. എന്താ ചെയ്യാൻ പറഞ്ഞത്? സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ ഓതണം എന്ത്? അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റക് അല്ലദീ അൻഖള ലഹ്റക്. ഈ ആയത്ത്, ഈ സൂറത്ത് ഓതണം. ഇവർ സെലക്ട്, ഇവിടെ ഭയങ്കര കണ്ണിങ്ങാണ് സെലക്ട് ചെയ്യാന്. ആദ്യം വളരെ സ്നേഹത്തോടെ മൂലക്കുരുവോട് പറയാ, അലം നശ്റഹ്, വിശാലത തന്നില്ലടോ. വളരെ മാന്യമായിട്ട സംസാരം, ആദ്യത്തെ സംസാരം. ഒന്ന് സോപ്പിട്ട് നോക്കാണ്. 2ാമത്തെ റക്അത്താവുമ്പോ മൂപ്പര് ഭീഷണിയായി. എങ്ങാനും നിനക്ക് മനസ്സിന് വിശാലതയും നീങ്ങി പോയില്ലെങ്കിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ, ആനപ്പടെ അല്ലാഹ് എങ്ങനെ കൈകാര്യം ചെയ്ത് കണ്ടടോ. ആന അല്ലാഹ് ശരിയായി ഇജ്ജ് ആരുടെ വർത്താനം? അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, അവരുടെ എല്ലാ കുതന്ത്രങ്ങളും അല്ലാഹ് പാഴാക്കി കളഞ്ഞില്ലേ. ഫർസല അലൈഹിം തൈറൻ നബാബീൽ, അല്ലാഹു കൂട്ടം കൂട്ടമായി പക്ഷികളെ പറഞ്ഞയച്ചു. തർമിഹിം ബിഹിജാറ, അവർ കല്ലുകൊണ്ടെറിഞ്ഞു ആനപ്പടയെ. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, ചവച്ചു തുപ്പപ്പെട്ട ചണ്ടി പോലാക്കി കളഞ്ഞിട്ടുണ്ട്. പായ വേഗം പോയിക്കോ. ഇത് ചെയ്താല് ഓപ്പറേഷൻ വേണ്ട, മൂപ്പരക്ക് പോയിക്കോളും. ഇത് വേണ്ട ഏത് കാര്യത്തിനും. ഖുർആൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഇവർ ഖുർആനിനെ അപമാനിച്ചു, അള്ളാന്റെ കലാമിനെ അപമാനിച്ചു. എന്തിനും ഏതിനും അല്ലെ, എന്തൊരു ലക്ഷ്യത്തിനാണോ അള്ളാഹുവിന്റെ കലാം അവതരിപ്പിച്ചത് അതിനെ നേരെ അട്ടിമറിച്ചു. ഓരോന്നിനും അല്ലെ, പ്രസവം സുഗമമാകണമെങ്കിൽ വെറ്റിലയിൽ എഴുതി കൊടുക്കണം. അത് മാറി. പഴയ കാലത്തെ വെറ്റില ഇപ്പൊ ജഫറാൻ മഷി കൊണ്ട് എഴുതി കുടിക്കാൻ പറ്റിയ പേപ്പേഴ്സുകൾ നമ്മുടെ താടി നീട്ടിയ ആൾക്കാർ ഇറക്കുന്നുണ്ട് വേറെ. അത് കൊണ്ടിട്ട് മസാഫിയുടെ കുപ്പിയിലിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് കുടിക്കണം. പഴയ സ്റ്റൈലൊക്കെ മാറ്റിയിട്ട് പുതിയ സ്റ്റൈല്. ഇതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ വെറ്റിലയും കൊണ്ട് ഉസ്താദിന്റെ ചെന്നാൽ അരി കരിച്ച് കരിയാക്കിയിട്ടത് പൊടിച്ചിട്ട് അതിലേക്ക് വെള്ളം ചേർത്തിട്ട് മുളം തണ്ട് ചെത്തിക്കൂർപ്പിച്ചു കൊണ്ടുവന്ന് കലമെന്ന് പേരിട്ടിട്ട് ഈ മഷിക്കാത്തിട്ട് ഇളക്കുക. ഏത് അരി കരിച്ച് പൊടിച്ച് അതിങ്ങനെ വെള്ളത്തിൽ കലക്കി മഷിക്കോലത്തിലാക്കിയിട്ട് ആ മുളക്കമ്പ് കൊണ്ട് അതിൽ കുത്തിയിട്ട് പിഞ്ഞാണത്തിൽ ഇങ്ങനെ എഴുതി കൊടുക്കും ഉസ്താദ്. ബാഇന് പുള്ളിയില്ല, താഇന് പുള്ളിയില്ല, ഷീനിന് പുള്ളിയില്ല, അങ്ങനെ പുള്ളിയില്ലാതെ എല്ലാം എഴുതി കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വടിച്ചു കുടിക്കേണ്ട ഒരു ഏർപ്പാടുണ്ടായിരുന്നു മുമ്പ്. അതല്ലെങ്കിൽ വെറ്റിലയിൽ ഇങ്ങനെ എഴുതി കൊടുക്കും. ഗർഭസ്ഥകളായ പൂർണ്ണ ഗർഭമത്തിയ സ്ത്രീകൾക്ക് പ്രസവ സമയത്ത് സുഖപ്രസവം നടക്കാൻ ഉസ്താദ് എടുക്കുക ചെല്ലുമ്പോൾ ഉസ്താദ് വെറ്റിലയിൽ എഴുതി കൊടുക്കുക. എന്ത്? ലോകാവസാനത്തെ പറ്റി പറഞ്ഞ മുഴുവനായത്തും. ഇദസ്സമാഉ ഫതറത് വഇദൽ കവാകിബു തഥറത് ഇദശ്ശംസു കുവിറത് വഇദൻ നുജൂമു കദറത് إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها. ഇതൊക്കെ എഴുതി കൊടുക്കുക. ഏത്? വെറ്റിലയിലേക്ക്. എന്നിട്ട് എഴുതിയിട്ട് മടക്കിയിട്ട് കൊണ്ടുപോയിട്ട് ഗർഭിണിയായ പെണ്ണിന്റെ അണ്ണാക്കിൽ വെച്ച് കൊടുത്താൽ അവരിങ്ങോട്ട് വിഴുങ്ങിക്കഴിഞ്ഞാൽ ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി ഇങ്ങനെ പറക്കണ പോലെ പറക്കും. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിന്റെ ഭാരം പുറത്തേക്ക് തള്ള പോലെ ഒറ്റ തള്ളലാ പുറത്തേക്ക് ഈ വയറ്റുള്ള തള്ളിയാൽ കുട്ടി കരയും. അപ്പൊ വഖാലൽ ഇൻസാനു മാലഹ, ആൾക്കാർ വന്നിട്ട് ചോദിക്കും മാലഹ, അവൾക്ക് എന്ത് പറ്റി? ഇല്ല, ഒരു പ്രസവം നടന്നതാ. ഇതാ മറുപടി. ഇങ്ങനെ അള്ളാഹുവിന്റെ ആയത്തെടുക്കുക, എന്നിട്ട് അതിങ്ങനെ ആക്കുക, എന്നിട്ട് ഇങ്ങനെ കലക്കി കുടിക്കുക, എഴുതി കെട്ടുക, അണ്ണാക്കിലിടുക. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയാലൊരു വിദ്യ പറഞ്ഞു കൊടുത്തത് അറിയോ? ഇപ്പൊ ഇത് പറയാൻ പേടി, കാരണം ഇവർ പോയിട്ട് നാളെ നടപ്പിലാക്കി കളയും. പായമാരിത് ചെയ്യാൻ പാടില്ല. ഇത് കേട്ടിട്ട് പോയിട്ട് നാളെ വേണമെങ്കിൽ ഒരു അപ്പുറത്ത് ക്ലിനിക്ക് തുടങ്ങും. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, നമ്മൾ കേട്ടിട്ടില്ലേ, ആദ്യമായിട്ട് കേൾക്കാണ്. ചില സാധുക്കൾ, ഇതൊക്കെ വലിച്ചെറിഞ്ഞ സാധുക്കൾ പെട്ടുപോയതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ സാധുക്കൾ എങ്ങനെ പോയി പെട്ടു മനസ്സിലാക്കണം. പത്തിരി എടുക്കുക, എന്നിട്ട് ഭാര്യയും ഭർത്താവും പിണങ്ങൽ എന്നിട്ട് ഇതിൽ എഴുതണം പത്തിരിയിലെ യാ അയ്യുഹല്ലദീന ആമനുസ്ബിറൂ വസ്വാബിറൂ വറാബിതു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ആൽ ഇംറാനിലെ അവസാനത്തെ ആയത്താണ്.
എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, വിശ്വാസികളെ, ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണേ, വസാബിറു, ക്ഷമയുടെ കാര്യത്തിൽ നിങ്ങൾ മത്സരിക്കണേ, വറാബിത്തു, ധർമ്മരണാങ്കണത്തിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കണേ, പുറകോട്ട് പോകരുത്, ലഅല്ലക്കും തുഫ്ലിഹൂ, നിങ്ങൾ വിജയിച്ചേക്കാം. ഇതായക്ക് വാഹ് പറഞ്ഞു കൊടുക്കേണ്ട ആയത്താ. ആ ആയത്ത് നിൽക്കുക, പത്രികത്ത് എഴുതിയിട്ട് മടക്കിയിട്ട് ഭർത്താവിന്റെ വായിലേക്ക് ഭാര്യ വെച്ചു കൊടുത്താൽ എല്ലാ പടക്കവും തീർന്നിട്ടടങ്ങും. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരാളെ നശിപ്പിച്ചിട്ട് വീട് തകർത്തിട്ട് അവസാനം അയാളെ മയ്യത്ത് കുളിപ്പിച്ച് കബറടക്കാൻ വരെയുള്ള വിദ്യകൾ അള്ളാന്റെ കലാം ഓതിയിട്ട് ഈ മന്ത്രവാദികൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത KVM പന്താവൂർ എന്ന് പറയുന്ന, പന്താവൂർ ജീവിച്ചത് പന്താവൂർ എന്ന് പറയുന്ന സ്ഥലത്താ. അദ്ദേഹം എഴുതിയ മാന്ത്രിക ചികിത്സ എന്നുള്ള പുസ്തകങ്ങൾ, ഇസ്മിന്റെ കിതാബുകൾ മുഴുവൻ പരിഭാഷപ്പെടുത്തി അദ്ദേഹം. എന്നിട്ടത് കേരള സമൂഹത്തിന് സമർപ്പിച്ചു. വായിച്ചു നോക്ക്. ഒരാളെ നശിപ്പിച്ച് കൊന്നിട്ട് അയാളെ കബറിലിറക്കിയിട്ട് കബറി കിടത്താനുള്ള വിദ്യകൾ വരെ ഇത്തരം പുസ്തകങ്ങളിൽ എഴുതി പ്രസിദ്ധീകരിച്ച് ഇസ്മും തൽസമാത്തും അപ്രകാരം ക്ഷുദ്ര മന്ത്ര ക്രിയകളും ഇതൊക്കെ എഴുതി കൂട്ടിക്കിട്ട് ഒരു ജനവിഭാഗം രംഗത്ത് വരികയാണ്, പാവപ്പെട്ട മനുഷ്യടുക്കലേക്ക് അവരുടെ വിശ്വാസത്തിൽ ചൂഷണം ചെയ്തുകൊണ്ട്. എന്നിട്ട് അവരുടെ പണം തട്ടുകയാണ്, അവരുടെ കീശയെ ചോർത്തുകയാണ്. മാത്രമല്ല അവരിൽ നിന്ന് പണം അപഹരിച്ചു കൊണ്ടുപോയി ഇവർ വലിയ വലിയ സൗധങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ സൗകര്യങ്ങളും നേടിയെടുക്കുവാൻ ശ്രമിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് തിരിച്ചറിവുണ്ടാകേണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് മോചനം വേണോ? ഇതിൽ നിന്ന് നമുക്ക് രക്ഷ വേണോ? ഒരേ ഒരു മാർഗമാണ് അതിന് ഇസ്ലാം നിശ്ചയിച്ചത്. എന്താണ് ആ മാർഗം? അല്ലാഹുവിലുള്ള തവക്കുലാണ്, തൗഹീദാണ്. ആ തൗഹീദിന്റെയും സുന്നത്തിന്റെയും മാർഗത്തിലേക്കുള്ള മടക്കമാണ്. വേറൊരു വഴിയില്ല, വേറെ ഒരു മാർഗമില്ല. ആ തൗഹീദിന്റെ സുന്നത്തിലേക്കുള്ള, തൗഹീദിന്റെയും സുന്നത്തിന്റെയും മാർഗത്തിലേക്കുള്ള മടക്കം കൊണ്ടല്ലാതെ ഒരിക്കലും ഒരു അന്ധവിശ്വാസത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ഇത് പറയുമ്പോൾ അവർ ചോദിക്കും, അപ്പൊ റുഖിയ ഇല്ലേ? റുഖിയ ഇല്ലേന്നാ. റുഖിയ ഉണ്ട്, റുഖിയ ശർഇയ്യ ഇല്ലേ? റുഖിയ ശർഇയ്യ ഉണ്ട്. എന്താ ഈ റുഖിയ ശർഇയ്യ എന്ന് പറഞ്ഞാൽ? എന്താണ് റുഖിയ ശർഇയ്യ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി അത് പറഞ്ഞു കൊടുത്തല്ലോ, പഠിപ്പിച്ചു കൊടുത്തല്ലോ. അത് അടിക്കലല്ല, ഇടിക്കലല്ല, ചവിട്ടലല്ല, ദുർമന്ത്രവാദങ്ങളല്ല. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയോട് പറഞ്ഞു, ആദ്യം അബ്ശിരി, അല്ലെങ്കിൽ അബ്ശിറു, നിങ്ങൾ ക്ഷമിക്ക്, നിങ്ങൾ ഈ രോഗം കൊണ്ട് സന്തോഷിച്ചോളൂ, രോഗം വന്നാൽ നിങ്ങൾ സന്തോഷിച്ചോളൂ എന്നാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമുക്കറിയാം, ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹാ രോഗബാധിതയായി കിടക്കുമ്പോ അവര് പറയാണ്, റസൂലുള്ളാഹി എന്നെ സന്ദർശിച്ചു, എന്നിട്ട് എന്നോട് പറയാണ്, അബ്ശിരിയ ഉമ്മ അലാ, ഉമ്മൽ അലാ, ഓ ഉമ്മുൽ അലാ, നീ സന്തോഷിച്ചോളൂ. കാരണം ഫഇന്ന മർദൽ മുസ്ലിമി യുദ്ഹിബുല്ലാഹു ബിഹി ഖതായാഹു കമാ തുദ്ഹിബുൻ നാറു ഖബതദ് ദഹബി വൽ ഫില്ലാ. മുസ്ലിമായ ഒരു മനുഷ്യന് രോഗം വന്നാൽ ആ രോഗം കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ നീക്കിക്കളയും. ഏതുപോലെ? കമാ തുദ്ഹിബുൻ നാറു ഖബതദ് ദഹബി വൽ ഫില്ലാ, തീ സ്വർണത്തിലെയും വെള്ളിയിലെയും അഴുക്കുകളെ നീക്കിക്കളയുന്നത് പോലെ ഒരു വിശ്വാസിയായ മനുഷ്യന് രോഗം വന്നാൽ അതുവഴി അവന്റെ പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാത്രമല്ല, ഇസ്ലാമിലെ മന്ത്രവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ മന്ത്രം? മന്ത്രം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഇതാ ഒരിക്കൽ മഹാനായ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. എന്നിട്ട് നബിയോട് അദ്ദേഹം പരാതി പറയുകയാണ്, അന്നഹു ശകാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജഅ യജിദുഹു ഫീ ജസദിഹി മുൻദു അസ്ലമ. മഹാനായ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു മുസ്ലിമായ അന്ന് മുതൽ തനിക്ക് അനുഭവിക്കുന്ന ഒരു വേദന, ആ വേദനയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് പരാതി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറയുന്നു, മോനെ, ലഅയദക അലല്ലദീ തഅല്ലമ മിൻ ജസദിക, വേദനയുണ്ടോ എങ്കിൽ ആ ക്ലിനിക്ക് അവിടെ ഉണ്ട്, അങ്ങോട്ട് പോ. എന്നിട്ട് അവിടെ ഒരു ഊത്തുകാരുണ്ട്, പോയി ഊതിച്ചോ എന്നല്ല, അല്ലെങ്കിൽ ഇവിടെ ജിന്നറക്കുന്ന ഒരാളുണ്ട്, അവിടെ പോയിക്കോ എന്നല്ല. നേരെ മറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു, വേദനയുള്ള സ്ഥലം അത് എവിടെയാകട്ടെ, മുട്ടിനാകട്ടെ, നടുവിനാകട്ടെ, ശരീരത്തിന്റെ ഏത് ഭാഗത്തിലാകട്ടെ, ലഅയദക, നീ നിന്റെ കൈവെക്കണം, അലല്ലദീ തഅല്ലമ മിൻ ജസദിക, നിന്റെ ശരീരത്തിൽ ഏത് ഭാഗത്താണോ വേദനയുള്ളത് അവിടെ നിന്റെ കൈവച്ചിട്ട് വഖുൽ ബിസ്മില്ലാഹി സലാസ, 3 പ്രാവശ്യം നീ പറഞ്ഞോ, ബിസ്മില്ലാ ബിസ്മില്ലാ ബിസ്മില്ലാ. വഖുൽ, അത് 3 പ്രാവശ്യം പറഞ്ഞിട്ട് നീ പിന്നെ പറയണം, 7 മറാത്തിൻ, 7 പ്രാവശ്യം പറയണം. എന്ത്? അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. ഇത് 7 വട്ടം പറഞ്ഞു. ഇതാ മന്ത്രം.
അവിടെ ഒരു കണിയാനും ഇല്ല, ഒരു ജ്യോത്സ്യനും ഇല്ല, ഒരു തങ്ങളും ഇല്ല. നിനക്കാ വേദന, എന്റെ കയ്യിൽ ആ വേദനയുള്ള സ്ഥലത്ത് വെക്ക്, എന്നിട്ട് 3 പ്രാവശ്യം ബിസ്മില്ലാ എന്ന് പറ. അത് കഴിഞ്ഞതിന് ശേഷം 7 പ്രാവശ്യം പറ അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. ഇതാണ് മന്ത്രം. അടിച്ചോ, ആരെയും ഇടിച്ചോ, പിഴിഞ്ഞോ, ചവിട്ടിയോ, ചങ്കൽ ചവിട്ടിയോ ഇല്ല, അതാ മന്ത്രം. അല്ലാഹുവിന്റെ റസൂൽ എന്തെങ്കിലും രോഗം വന്നാലോ അല്ലാഹുവിന്റെ റസൂൽ എന്തെങ്കിലും രോഗം ബാധിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ ഓതുകയാണ് എന്ത്? മുഅവ്വിദാത്തുകൾ ഓതുകയാണ്. ഇഖ്ലാസും ഫലക്കും നാസും ഓതുന്നു, വയൻഫുദു എന്നിട്ട് ഓതുന്നു. അതാ റസൂലുള്ളാഹിന്റെ മന്ത്രം. ഖുൽ ഹുവല്ലാഹു അഹദ്. നിങ്ങൾ 2ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന കുട്ടി വിളിച്ചിട്ട് ചോദിക്കും, മോനെ ഒന്ന് ഓദിക്കേ സൂറത്തുൽ ഇഖ്ലാസ്. കുട്ടി ഓതിത്തരുമെന്ന്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. മോനെ ഓദിക്കേ സൂറത്തുൽ ഫലക്ക്. ആ കുട്ടി ഓതിത്തരും. അത്രയും സരളമാണ് ആയത്തുകൾ. ഏത് കുട്ടിക്കും ഹൃദ്യസ്ഥമാക്കാൻ കഴിയുന്ന രൂപത്തിലാണ് അല്ലാഹു അത് സംവിധാനിച്ചത്. ആ കുട്ടി ഓതും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാതാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. മോനെ നീ ഓതു സൂറത്തുൻ നാസ്. അവൻ ഓതും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വൻ നാസ്. ഇതാണ് റസൂലുള്ളാഹിന്റെ മന്ത്രം, ലോക ഗുരുവിന്റെ മന്ത്രം. ഈ സൂറത്തുകൾ ഓതി വയംഫുദു ഓതുകയാണ്. എത്രത്തോളം അല്ലാഹുവിന്റെ റസൂല് ഫലമ്മഷ്തദ്ദ വജഅഹു കുന്തു അഖറഉ അലൈഹി. ആയിഷ ബീവി പറയാൻ, നബിക്ക് രോഗം വളരെ കട്ടിയായി, ഭാരമേറി. അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് യാത്രയാകാൻ ആ കാരണമായ പനി ബാധിച്ച് പ്രവാചകന്റെ കൈകാലുകൾ തളർന്ന ആ ഒരു അവസ്ഥയിൽ ഞാൻ അല്ലാഹുവിന്റെ റസൂൽ ഓതിക്കൊടുത്തു. ആര്? ആയിഷ ബീവി പറയാണ്, ഞാൻ റസൂലുള്ളാഹിക്ക് ഈ മുഅവ്വിദാത്തുകൾ ഓതിക്കൊടുത്തു. എന്നിട്ടോ വംസഹു യൻഹു ബിയദിഹി റജാഅ ബിബറകതിഹാ റജാഅ ബറകതിഹാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തടകി കൊടുത്തു. എന്തിനാ? കൈയുടെ ബർക്കത്ത്, നബിയുടെ കൈയുടെ ബർക്കത്ത് കിട്ടാൻ. ഇതാണ് ആയിഷ ബീവി പറയുന്നത്. കണ്ടോ, ഭർത്താവിന് സുഖമില്ലെങ്കിൽ ഭാര്യയാണ് മന്ത്രിച്ചു കൊടുക്കണേ, ഓതി കൊടുക്കണേ. അതാ ഇസ്ലാം. പള്ളിയിലെ ഖത്തീബിന് ഖാദിക്ക് സുഖമില്ല, അല്ലെങ്കിൽ തങ്ങൾക്ക് സുഖമില്ല, സെക്രട്ടറി മന്ത്രിച്ചു കൊടുക്കാൻ. ആലോചിച്ച് നോക്കണേ, ഇസ്ലാം പറയാണ് സെക്രട്ടറി പോയിട്ട് മന്ത്രിച്ചു കൊടുക്കാൻ, പ്രസിഡന്റ് പോയിട്ട് മന്ത്രിച്ചു കൊടുക്കാൻ. ആർക്കാ സുഖമില്ലാത്ത? പള്ളിയിലെ ഖാദിക്ക്, ഖത്തീബിന്. പോണ ആരാണ്? സെക്രട്ടറി. സെക്രട്ടറി അല്ല. എന്നിട്ട് ഖാദിയുടെ ഖത്തീബിന്റെ അടുത്ത് ഇരിക്കുക. എന്നിട്ട് പറയാ എന്ത്? ചരിത്രം ഇങ്ങനെ തടവിക്കൊണ്ട് അല്ലാഹുമ്മ റബ്ബൻ നാസ് അദ്ഹിബിൽ ബഅസ് ഇശ്ഫി അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ അല്ലാ യുഗാദിറു സഖമാ. പടച്ചോനെ, ഞങ്ങളുടെ ഖത്തീബിന് സുഖമില്ല. അതുകൊണ്ട് അല്ലാഹുമ്മ, അല്ലാഹുവേ, റബ്ബൻ നാസ്, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, അദ്ഹിബിൽ ബഅസ്, ഈ പ്രയാസം നീ നീക്കി കൊടുക്ക്. ഇശ്ഫി, നീ ശമനം കൊടുക്ക്. അന്ത ശാഫി, നീയാണ് ശമനം കൊടുക്കുന്നവൻ. ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ അല്ലാ യുഗാദിറു സഖമാ. നിന്റെ ശമനം വന്നാൽ പിന്നെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടുമില്ലാതെ മുഴുവനും നീങ്ങിപ്പോകുന്ന ശമനമാണ്. അല്ലാഹുവേ, നീ ശമനം കൊടുക്ക്. ആരവരാണ്? പ്രസിഡന്റ്. ആർക്ക് വേണ്ടിയാണ്? ഖത്തീബിന് മന്ത്രിച്ചു കൊടുക്കുക. ഖത്തീബ് കൈമടക്ക് കൊടുക്കണോ? പ്രസിഡന്റിന് വേണ്ട, അങ്ങനെ സിസ്റ്റം ഇല്ല. കൈമടക്ക് കൊടുക്കണോ? വേണോ? വേണ്ട. അതിന് തെളിവ് ധരിക്കുന്ന മഹാന്മാരുണ്ട്. ഏത്? കൂലി വാങ്ങാനേ, മന്ത്രിച്ചിട്ട് കൂലി വാങ്ങാൻ തെളിവുണ്ട്. അതിന് ഹദീസ് ഉണ്ട്, അബൂദാബൂദിലുണ്ട്, ബുഖാരിയിലുണ്ട് എന്നൊക്കെ പറയുന്ന ചില മഹാന്മാരുണ്ട്. ഒക്കെ ഇൻഷാ അല്ലാഹ് വല്ല മുഖാമുഖങ്ങളും മറ്റുള്ള ചർച്ചകളൊക്കെ നടത്തുമ്പോൾ ഇജാതി മനുഷ്യന്മാരെ കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് അവിടെ വിശദീകരിക്കേണ്ടതാണ്. വളരെ വിശാലമായ ചുരുങ്ങിയ സമയത്ത് വിശദീകരിക്കുന്നില്ല. ആരാ വരേണ്ടതറിയോ? താടി നീട്ടിയ മന്ത്രവാദികൾ ഇപ്പൊ തെളിവ് ധരിച്ചു തുടങ്ങി. അബൂദാബൂദിൽ ഒരു ഹദീസിനെ നിങ്ങൾ നിഷേധിക്കുന്നു, അതുപോലെ ബുഖാരിയിലെ മറ്റേ ഹദീസിനെ നിങ്ങൾ നിഷേധിക്കുന്നു. എന്തായാലും മന്ത്രിച്ചിട്ട് കൂലി വാങ്ങാൻ അതിൽ തെളിവുണ്ട്, ഉണ്ടാവാം. അപ്പൊ ഇതൊരു ജോലിയാക്കി ഇറങ്ങാൻ തീരുമാനിച്ചാണ് സാധുക്കളെ. ആലോചിക്കണേ, അവസാനം വിഷ്ടം കഷ്ടം എന്ന കോലത്തിലായി മാറിപ്പോയതാ. ഇതൊക്കെ പ്ലാൻ ചെയ്തു വന്നതാണ്. എന്നാൽ ഈ തെളിവുകളെ മുഴുവനും പഠിക്കുകയും മനസ്സിലാക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്ത ഒരു മഹാപ്രസ്ഥാനം അതിവിടെ ഉണ്ട്, മുജാഹിദ് പ്രസ്ഥാനം. അള്ളാഹുവിന്റെ സഹായം
അതുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം. ഇവിടെ ഒരാളില്ല, ഒരു ക്രൗഡ് കുള്ളറും ഇല്ല, വേറൊരാള് ഒരു പിന്നെ പ്രാസ്ഥാനിക ചിന്തകനോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ട് വലിയ പ്ലാനുകൾ ചെയ്യുന്ന ഒരാളും ഇല്ല. ഇത് പടച്ചോന്റെ സഹായം കൊണ്ട് ഇങ്ങനെ പോകും, ഒരു കുഴപ്പമുണ്ടാവൂല. പോയവന് പോയി എന്നല്ലാതെ ഈ പ്രസ്ഥാനത്തിന് കേടില്ലാതെ ഇങ്ങനെ പോകും. അത് സുന്നത്തിന്റെയും അതുപോലെ തന്നെ ദീനിന്റെയും മാർഗത്തിൽ മുന്നോട്ട് പോകും. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പ്രസ്ഥാനം യഥാർത്ഥ മന്ത്രം പഠിപ്പിച്ചു. അതിലുപരി ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കൾ പ്രവാചകന്മാർ വരച്ചു കാണിച്ചൊരു മാർഗമുണ്ട്, നമുക്ക് മാതൃകയുണ്ട്. ആ പ്രവാചകന്മാരുടെ ജീവിതം ചൂണ്ടിക്കിട്ടാണ് അല്ലാഹു പറഞ്ഞത്, ഉലൈകല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദീ. ലോകത്ത് തൗഹീദിന്റെയും സുന്നത്തിന്റെയും സരണിയിലൂടെ വിശുദ്ധ ഇസ്ലാമിന്റെ പാതയിലൂടെ നടന്നു നീങ്ങിയ സച്ചരിതരായ ആ പ്രവാചകന്മാരുടെ മാർഗം നീയും പിൻപറ്റണേ. അവരാണ് നേർവഴിക്ക് നടന്നവരെന്ന് ഖുർആൻ പറയുമ്പോ മാന്യ സഹോദരങ്ങൾ വളരെ കൃത്യമായി ഇവിടെ മനസ്സിലാക്കണം. അമ്പിയാക്കളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ, അമ്പിയാക്കളുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ, ആ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളും അള്ളാഹുവിന്റെ നിരീക്ഷണങ്ങളും ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോ അതിൽ ക്ഷമിച്ച്, എത്രത്തോളം ക്ഷമിച്ച് തൗഹീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണമെന്നതിന്റെ പാഠമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നു. ഖുർആനിലെ വ്യത്യസ്ത ഭാഗങ്ങളിലൂടെ ഒരു പ്രവാചകനെ അല്ലാഹു പരിചയപ്പെടുത്തി തരുന്നു. ഏതാണ് ആ പ്രവാചകൻ? ഖുർആൻ പറഞ്ഞു, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയദ്ദുറു വഅന്ത അർഹമുർ റാഹിമീൻ. അയ്യൂബിനെ ഓർക്കണേ. അല്ലാഹു പറയാണ്, എന്നോട് പറയുകയാണ്, നിങ്ങളോട് പറയുകയാണ്, എല്ലാ മന്ത്രവാദികളുടെ അടുക്കലും കയറിയിറങ്ങുന്ന, രോഗം മാറാൻ ചരട് കെട്ടിപ്പോയ, ഐക്കല്ല് ധരിച്ചു നടക്കുന്ന, അതുപോലെ തന്നെ നജസായ ആനവാൽ മോതിരം ധരിച്ചു നടക്കുന്ന, അതുപോലെ തന്നെ ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോയിട്ട് അതേ തങ്ങളുടെ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് കമഴ്ന്നു വീഴുന്ന, ജാറങ്ങളിൽ പോയി കമഴ്ന്നു വീഴുന്ന സർവ്വ ആളുകളെയും വിളിച്ചിട്ട് അല്ലാഹു പറയുന്നു, അയ്യൂബ, അയ്യൂബിനെ ഓർക്കണേ, അയ്യൂബിനെ സ്മരിക്കണേ. അദ്ദേഹത്തിന്റെ പ്രത്യേകത ഇതിനാദാ റബ്ബഹു, അദ്ദേഹം തന്റെ റബ്ബിനെ മാത്രമാണ് വിളിച്ചത്, അള്ളാഹിനെ മാത്രമാണ് വിളിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അന്നീ മസ്സനിയദ്ദുർ, അല്ലാഹുവേ എനിക്ക് ദുരിതം ബാധിച്ചു പോയി, വഅന്ത അർഹമുർ റാഹിമീൻ, നീ കരുണയുള്ളവനാണല്ലോ, എന്നോട് കരുണ കാണിക്കണേ. അയ്യൂബ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു എന്ന് ഖുർആൻ പറയുമ്പോ ഒരു നിമിഷം മുസ്ലിമേ നാം ഓർക്കണം, ആരാണ് അയ്യൂബ് അലൈഹിസ്സലാം എന്നറിയോ? ഒരു കാലഘട്ടത്തിൽ വലിയ സമ്പത്തിന്റെ ഉടമയായിരുന്ന വ്യക്തിത്വമാണ്, വലിയ സമ്പന്നനായിരുന്ന ആളാണ്, ഒരുപാട് ബിസിനസ് ഉണ്ടായിരുന്ന ആളാണ്, 16 മക്കളുണ്ടായിരുന്ന ആളാണ്, നല്ല ആരോഗ്യമുണ്ടായിരുന്ന ആളാണ്. അള്ളാഹുവിന്റെ പരീക്ഷണം അങ്ങ് വന്നുപോയി. ഓരോന്നോരോന്ന് മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ കച്ചവടങ്ങൾ മുഴുവനും പൊട്ടിപ്പോയി. അവസാനം കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിൽ അകപ്പെട്ടു പോയി. കൊടും ദാരിദ്ര്യത്തിൽ അദ്ദേഹം വീണുപോയി. അദ്ദേഹത്തിന്റെ 16 മക്കൾക്ക് പ്രത്യേകതരം രോഗമല്ല കൊടുത്തു. അവർ ഓരോന്നോരോന്നായി പിടഞ്ഞു വീണ് മരിക്കാൻ തുടങ്ങി. 16 മക്കൾക്ക് മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഖബർ കുഴിച്ചു. ഒരാൾക്കല്ല, 2 പേർക്കല്ല, 16 മക്കൾക്ക്. പണം മുഴുവനും നഷ്ടപ്പെട്ട് തന്റെ പുന്നാര മക്കളും നഷ്ടപ്പെട്ട അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് അവസാനം ആശ്വാസമായി ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യമായിരുന്നു. അള്ളാഹു അവിടെയും പരീക്ഷിച്ചു, കഠിനമായ രോഗം കൊടുക്കുന്നു. ശരീരം മുഴുവൻ വ്രണാവൃതമാവുകയാണ്. വലിയ സമ്പന്നതയിൽ ജീവിച്ച ഒരാള് കൊടും ദാരിദ്ര്യത്തിലേക്ക് കമഴ്ന്നു വീണിട്ട് ആകെ പ്രതീക്ഷയാർന്ന മക്കളും നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ സ്വന്തം ആരോഗ്യം പോലും നഷ്ടപ്പെട്ടിട്ട് ശരീരമാസകലം വ്രണാവൃതമായി മഹാനായ അയ്യൂബ് അലൈഹിസ്സലാം എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് വീടിന്റെ മൂലയിൽ ഇതാ എല്ലാവരാലും അവഗണിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് ഖുർആനും പറയുന്നു, ചരിത്ര ഗ്രന്ഥങ്ങളും വിശദീകരിക്കുന്നു. ആ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ എല്ലാവരും ബഹിഷ്കരിച്ചു, ഇട്ടുപോയി. പക്ഷെ അദ്ദേഹം ആ ഘട്ടത്തിലും അല്ലാഹു അദ്ദേഹത്തിന്റെ നിലപാട് ആ നിലപാടായി സ്വീകരിച്ചത് ഖുർആൻ പറയുകയാണ്, മക്കൾ നഷ്ടപ്പെട്ടപ്പോഴും അതുപോലെ സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോഴും അപ്രകാരം ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോഴും എല്ലാ ഘട്ടത്തിലും അദ്ദേഹം റബ്ബിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, അന്നീ മസ്സനിയദ്ദുറു വഅന്ത അർഹമുർ റാഹിമീൻ, അല്ലാഹുവേ എനിക്ക് ദുർറ് ബാധിച്ചു പോയി, നീ കരുണയുള്ളവനാണല്ലോ, എന്നോട് കരുണ കാണിക്കണേ എന്ന് നിരന്തരമായി അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ പരീക്ഷണം തുടർന്നുകൊണ്ടേയിരുന്നു. ഒരിക്കലിതാ ഭാര്യ വന്നു അടുക്കലേക്ക്, ഭാര്യയുടെ സഹോദരൻ വന്നു അടുക്കലേക്ക്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് വേണോ? എന്തെങ്കിലും ഞങ്ങൾ ചെയ്തു തരണോ? എല്ലാവരും വിട്ടുപോയെടുത്ത് ഭാര്യയും ഭാര്യയുടെ ഒരു സഹോദരനും വന്നിട്ട് ഒരിക്കൽ ചോദിച്ചതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ?
അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്ന് കുളിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം പീഡനങ്ങളാണ്, വേദനകളാണ് അദ്ദേഹം ഒരു സമയത്ത് അനുഭവിച്ചത്. ദാരിദ്ര്യത്തിന്റെ വേദന, സ്വന്തം മക്കൾ വിട്ടുപിരിഞ്ഞ വേദന, ഇതൊക്കെ മനസ്സിനെ ബാധിക്കുന്ന പ്രയാസങ്ങളാണ്, വിഷമങ്ങളാണ്. അവസാനം രോഗം കൊണ്ട് കമഴ്ന്നു വീണിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തത്ര മാത്രം ശക്തമായ ശരീരത്തിന്റെ വേദന എല്ലാം ഒരു മനുഷ്യൻ താങ്ങാണ്. അവസാനം എല്ലാവരും സമ്പത്തുണ്ടായിരുന്നപ്പോൾ അടുത്തുകൂടി ആളുകൾ ഉപേക്ഷിച്ചു പോയ വേദന. ഈ വേദനകൾ മുഴുവനും ഒരു മനസ്സ് വിങ്ങലോടെ ഏറ്റെടുക്കുമ്പോഴും ആ മനസ്സ് പ്രതീക്ഷയർപ്പിച്ചത് പടച്ച റബ്ബിലാണ്, അള്ളാഹുവിലാണ്. ആ റബ്ബിന്റെ കാരുണ്യത്തിനാ കൊതിച്ചത്. അതുകൊണ്ടാ പറഞ്ഞ അൻതർഹമുർ റഹീമീൻ, അള്ളാഹുവേ നീ കരുണയുള്ളവനാണ് എന്ന് ഞാൻ ഉറച്ചും തറപ്പിച്ചും വിശ്വസിക്കുന്നു, നീ കാരുണ്യവാനാണ്. അവസാനം ഭാര്യ വന്നു എടുത്തു. അതുപോലെ തന്നെ ഭാര്യയുടെ സഹോദരൻ വന്ന് എടുത്തിട്ട് കുളിക്കാൻ കൊണ്ടുപോയി ഇരുത്തി അയ്യൂബ് അലൈഹിസ്സലാം സ്വന്തം ശരീരത്തിൽ നിന്ന് വസ്ത്രം മാറ്റിയിട്ട് കുളിക്കാനുള്ള വസ്ത്രം എടുക്കൺ. വ്രണാവൃതമായ ശരീരത്തിലേക്ക് അയ്യൂബ് അലൈഹിസ്സലാം നോക്കിയിട്ട് ആ പ്രവാചകൻ, വന്ധ്യവയോധികനായ പ്രവാചകൻ കണ്ണീരൊലിപ്പിക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് കരയുകയാണ്. എന്നിട്ട് അവിടുന്നും റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ഖുർആൻ പറഞ്ഞു, വദ്കുർ അബ്ദനാ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്വാനു ബിനുസുബിൻ വഅദാബ്. ഓർക്കണം നമ്മുടെ അടിമയെ. അല്ലാഹ് അങ്ങനെ പറഞ്ഞു, വദ്കുർ ഓർക്കണം നീ. ആരെ? അബ്ദനാ. അല്ലാഹ് പറയാണ്, നമ്മുടെ അടിമയെ നീ ഓർക്കണേ. ആരാണത്? മഹാനായ അയ്യൂബാണത്. എന്റെ അടിമയാണ്, നമ്മുടെ അടിമയാണ്, ഓർക്കണം. ഇതിനാദാ റബ്ബഹു, അദ്ദേഹം തന്റെ റബ്ബിനെ വിളിച്ചു. അള്ളാഹിനെ വിളിച്ചിട്ട് പറയാ, അന്നി മസ്സനിയ ശൈത്വാനു ബിനുസ്ബിൻ വഅദാബ്. വേദനകളും പീഡകളും പ്രയാസങ്ങളുമായിട്ട് ശൈത്വാൻ എന്നെ സ്പർശിച്ചു പോയി. അല്ലാഹ് ആരാ പറയണേ? അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. എവിടെ ക്ലിനിക്ക്? എവിടെ പോയി അടുപ്പിക്കണ്ട്? എവിടെ പോയിട്ടാണ് ഇടിപ്പിക്കണ്ട്? എവിടെ പോയിട്ടാ ചങ്കിൽ ചവിട്ടിക്കണ്ട് എന്നാണോ? അല്ല, നേരെ മറിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ. പടച്ചോനെ, വേദനകളും പീഡകളും പ്രയാസങ്ങളുമായി പിശാചിനെ സ്പർശിച്ചു പോയി അള്ളാഹുവിനോട് ദുആ ചെയ്തു. മഹാനായ അയ്യൂബ് അലൈഹിസ്സലാം. അള്ളാഹു തന്നെ പരിഹാരം കൊടുത്തു. വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, വേദനിക്കണ്ട. ഉർഖുൽ ബിരിജ്ലിക്, താങ്കൾ അവിടെ ഇരുന്നിട്ട് താങ്കളുടെ കാലം നനക്ക് അയ്യൂബേ. അയ്യൂബ് അലൈഹിസ്സലാം കാലനക്കിയപ്പോഴോ ഖുർആൻ പറയാണ്, ഹാദാ മുഗ്തസലും ബാരിദും വശറാബ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം, രണ്ട് ഉറവകൾ പുറത്തേക്ക് ഇങ്ങനെ ഒഴുകുന്ന രണ്ട് ഉറവകൾ. ഒന്ന് കുളിക്കാൻ പാകത്തിലുള്ള വെള്ളം, മുഗ്തസലായ. രണ്ടാമത്തെ വെള്ളം കുളിക്കാൻ പാകത്തുള്ള വെള്ളം. കുടിക്കാനും കുളിക്കാനും വേണ്ടി പാകത്തിലുള്ള വെള്ളം അള്ളാഹു ഒഴുക്കി കൊടുത്തു. എന്നിട്ട് അത് കുടിക്കാൻ പറഞ്ഞു, കുടിച്ചു. അതുകൊണ്ട് കുളിക്കാൻ പറഞ്ഞു, കുളിച്ചു. ആ കുളി അങ്ങ് കഴിഞ്ഞപ്പോ അത്ഭുതകരമായി തന്റെ ശരീരത്തെ ബാധിച്ച ഓരോ വ്രണങ്ങളും മാറി. അദ്ദേഹം ചാടി എഴുന്നേറ്റിരുന്നു. ആ കുളിച്ച കുളിയിൽ അദ്ദേഹം ധരിച്ച വസ്ത്രം ഉടുത്തിട്ട് അദ്ദേഹം പുറത്തേക്ക് ചാടി എന്നാണ് ഹദീസില്. കുളിച്ച ആ കുളിയിൽ ആ നനഞ്ഞ വാക്കൻ അദ്ദേഹം പുറത്തേക്ക് ചാടി. കുടുംബക്കാരവിടെ ഉണ്ട്. അവർ അത്ഭുതത്തോട് നോക്കണം, ആരാണ് നിങ്ങൾ? അവർ അത്ഭുതത്തോട് ചോദിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാനാണ്, നിങ്ങൾ കൊണ്ടുവരുത്തിയ ആൾ തന്നെ അയ്യൂബാണ്. നോക്ക്, അല്ലാഹു ഖദ് ശഫാനി, അല്ലാഹ് എനിക്ക് ശമനം തന്നു, മാറിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ബൈന അയ്യൂബ് യഗ്തസിലു ഉരിയാന ഫഹറ അലൈഹി ജറാദും മിൻ ദഹബ്. ആ കുളി കഴിഞ്ഞ് നനഞ്ഞ വാക്കിന് മഹാനായ അയ്യൂബ് അലൈഹിസ്സലാം ചാടി പുറത്തു വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഹറ അലൈഹി ജറാദും മിൻ ദഹബ്, വാനലോകത്ത് നിന്ന് സ്വർണ്ണത്താലുള്ള വെട്ടുകിളികളെ പറഞ്ഞു വിടുന്നു. ആ സ്വർണ്ണത്താലുള്ള വെട്ടുകിളികൾ വന്ന് ഒരു പേമാരി പോലെ, ഒരു മഴ പോലെ അതേ മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചുറ്റും വീഴുന്നു. അയ്യൂബ് അലൈഹിസ്സലാം ആ സ്വർണ്ണത്താലുള്ള വെട്ടുകിളികളെ വാരിയെടുക്കുന്നു. എന്നിട്ട് അത് വസ്ത്രത്തിലേക്ക് ശേഖരിക്കുമ്പോ അല്ലാഹ് വിളിച്ചു ചോദിക്കുന്നു, യാ അയ്യൂബ് അലം അഗ്നൈതുക അമ്മാ തറാ, താങ്കളിൽ നിന്ന് നാം എടുത്തു മാറ്റിയ സമ്പത്തിന് പകരമായോ, തങ്ങളുടെ കണ്ണ് നിറഞ്ഞോ, നിങ്ങൾക്ക് അല്ലാഹു ധന്യത തന്നുവല്ലോ, അതെ ഗിന തന്നുവല്ലോ, സൗഭാഗ്യം തന്നുവല്ലോ, അതുകൊണ്ട് നിങ്ങൾ തൃപ്തരായോ എന്ന് മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹ് ചോദിക്കുമ്പോ അദ്ദേഹം പറയുന്നു, ബല വഇസ്സതിക യാ റബ്ബ്, അല്ലാഹുവേ നിശ്ചയമായും ഇതാ നീ എന്നെ അനുഗ്രഹിച്ചു പോയി, നീ എന്നെ ധന്യനാക്കി പോയി. വലാകിൻ ലാ ഗിന ബി അൻ ബറകതിക,
എന്നാലും അല്ലാഹുവേ, ധന്യത എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ കൂമ്പാരമല്ലല്ലോ, നേരെ മറിച്ച് നീ തരുന്ന അനുഗ്രഹമാണല്ലോ, നിന്റെ ബർക്കത്താണല്ലോ. അയ്യൂബ് അലൈഹിസ്സലാം നന്ദിയോടെ പറയാൻ, നിന്റെ ബർക്കത്തിലാണല്ലോ അല്ലാഹുവേ ധന്യത, സമ്പത്തിന്റെ കൂമ്പാരത്തിലല്ലല്ലോ. ഖുർആൻ വിശദീകരിക്കുന്നു, വവഹബ്നാ ലഹു അഹ്ലഹു വമിത്ലഹും മഅഹും റഹ്മതൻ മിന്നാ വദിക്റാ ലിഉലിൽ അൽബാബ്. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് അദ്ദേഹത്തിന്റെ ധനം തിരിച്ചു കൊടുത്തു, അദ്ദേഹത്തിന്റെ കുടുംബത്തെ തിരിച്ചു കൊടുത്തു. റഹ്മതൻ മിന്ന, അല്ലാഹു പറയാൻ റഹ്മതൻ മിന്ന, നമ്മിൽ നിന്നുള്ള റഹ്മത്തായി, അനുഗ്രഹമായി. വദിക്റാ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് ഇതിൽ പാഠമുണ്ട്, ചിന്തിക്കുന്നവർക്ക് പാടുണ്ട്. എന്നുവെച്ചാൽ രോഗമോ കഷ്ടതയോ പ്രയാസങ്ങളോ ജീവിതത്തിൽ കടന്നു വരുമ്പോ ശിർക്കിന്റെ കുഫറിന്റെ മാർഗം അന്വേഷിച്ചിട്ട് തിരിഞ്ഞു പോകണ്ട, തിരിഞ്ഞു നടക്കണ്ട. അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ ക്ഷമയോടെ, ഉറച്ച മനസ്സോടെ, ഉറച്ച തൗഹീദോടെ അള്ളാഹിനെ മാത്രം വിളിച്ചിട്ട് കഴിച്ചു കൂട്ടുകയാണെങ്കിൽ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്തതുപോലെ അള്ളാഹ് തരും എന്നാ പറഞ്ഞത്. റബ്ബ് നിനക്ക് തരും. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്തതുപോലെ ശമനമാണോ ശമനം തരും, പണാണോ പണം തരും, നിന്റെ കുടുംബത്തിന്റെ അഭിവൃദ്ധിയാണോ അള്ളാഹ് തരും. അള്ളാഹ് നൽകുന്ന വാഗ്ദാനമാണ്. വദിക്റാ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ പാഠമുണ്ട് എന്ന് ഖുർആൻ പറയുമ്പോൾ, മന്ന സഹോദരങ്ങളെ, സർവമാന മന്ത്രവാദ ക്ഷുദ്ര പ്രവർത്തനങ്ങളിൽ നിന്നും അകന്ന് എല്ലാ മന്ത്രവാദികളെയും തുരത്തിയിട്ട് തൗഹീദിന്റെ സരണി സ്വീകരിച്ചുകൊണ്ട് ഖുർആനിന്റെ തണലിൽ വഹിദുകളായി മുസ്ലിങ്ങളായി ജീവിക്കട്ടെ എന്ന് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണം റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനും ദീൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.